വിശ്വവിഖ്യാതമായ റോമ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായി ഉത്തര ആഫ്രിക്കയിൽ കൃഷിഭൂമികളാൽ സമൃദ്ധമായ മനോഹരമായ ഒരു ഭൂപ്രദേശമുണ്ടായിരുന്നു. റോമിന്റെ ധാന്യപുര എന്നറിയപ്പെടുന്ന തഗാസ്തെ, ഇപ്പോഴത്തെ അൾജീരിയയിലെ സൗഖ് അഹ്റാസ് എന്ന സ്ഥലം. ക്രിസ്തുവിന്റെ മരണശേഷം ആദ്യ വർഷങ്ങളിൽ തന്നെ വിശ്വാസം സ്വായത്തമാക്കി കത്തോലിക്ക സഭയ്ക്ക് പ്രഥമ നൂറ്റാണ്ടിൽ തന്നെ ഒത്തിരിയേറെ വിശുദ്ധരെ, രക്തസാക്ഷിയായ വിശുദ്ധ സിപ്രിയൻ, ദൈവശാസ്ത്ര പണ്ഡിതനായ വിശുദ്ധ തെർത്തുല്യൻ തുടങ്ങി ഒട്ടധികം പ്രശസ്തരെ പ്രദാനം ചെയ്ത ഒരു ചെറിയ വിശ്വാസ സമൂഹമുണ്ടായിരുന്നു തഗാസ്തെയിൽ. മന്ത്രവാദവും ദുരാചാരങ്ങളും മുഖമുദ്രയാക്കിയ ഭൂരിപക്ഷം വരുന്ന ബെർബർ മതവിശ്വാസികളുടെ ഇടയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കത്തോലിക്ക വിശ്വാസത്തെ പിടിച്ചു കുലുക്കിയ ഭാഷണ്ഡതകളും അബദ്ധ പഠനങ്ങളും തഴച്ചു വളർന്നിരുന്ന ആ കാലത്താണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. AD 332 കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും തന്നേക്കാൾ 20 വയസ്സ് കൂടുതലുള്ള ബെർബർ മതവിശ്വാസിയായ പട്രീഷ്യസുമായിട്ടായിരുന്നു മോനിക്കയുടെ വിവാഹം. അധർമ്മ സഞ്ചാരികളായ ഭർത്താവിനെയും മകൻ അഗസ്തീനോസിനെയും ഭർത്തൃവീട്ടിലുള്ള എല്ലാവരെയും കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥന കൊണ്ട് വിശ്വാസത്തിലേക്ക് നേടിയെടുത്ത ധീര വിശുദ്ധയായിരുന്നു വിശുദ്ധ മോനിക്ക. 40-ാം വയസ്സിൽ വിധവയായി തീർന്നപ്പോൾ ശിഷ്ടജീവിതം സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും മകന്റെ മാനസാന്തരത്തിനു വേണ്ടിയും ആ അമ്മ നീക്കിവച്ചു. അഗസ്തീനോസിന്റെ മാമോദിസയ്ക്ക് ശേഷം AD 387 55-ാം വയസ്സിൽ മോനിക്ക ഇഹലോകവാസം വെടിഞ്ഞു. മനം നൊന്ത് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെടുത്തിയ മകൻ അഗസ്തീനോസ് പിന്നീട് ഹിപ്പോ രൂപതയുടെ മെത്രാനായി സഭാപിതാവായി ഉയർന്നു. വിശുദ്ധ മോനിക്കയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ റോമിലെ സെന്റ് അഗസ്തീനോസ് ബസിലിക്കയിൽ അടക്കം ചെയ്തിരിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ അമ്മമാരുടെയും ദാമ്പത്യ ജീവിതത്തിൽ യാതനകൾ അനുഭവിക്കുന്നവരുടെയും മക്കൾ നൽകുന്ന കഷ്ടപ്പാടിൽ വേദനിക്കുന്നവരുടെയും സ്വർഗീയ മധ്യസ്ഥയായി വിശുദ്ധ മോനിക്ക അറിയപ്പെടുന്നു. ഭൂമിയിൽ ദൈവസ്നേഹത്തിന്റെ പ്രകാശനമാണ് മക്കൾക്ക് വേണ്ടി വെന്തുരുകിത്തീരുന്ന മാതൃഹൃദയം. ഉള്ളും ഉള്ളതും നൽകി മക്കളുടെ ജീവിതത്തിന്റെ മാറ്റുകൂട്ടുന്ന അമ്മ കാൽവരിയിലെ ജീവത്യാഗത്തിന്റെ പുനരവതരണമാണ്. ദൈവസന്നിധിയിലേക്ക് അമ്മമാർ മനസ്സ് തുറന്ന് ഹൃദയം തകർന്നുയർത്തുന്ന ഒരു പ്രാർത്ഥനയും പാഴാവില്ലെന്ന സന്ദേശവുമായി സത്യദേവ വിശ്വാസത്തിനു വേണ്ടി വറ്റാത്ത കണ്ണുകളുമായി ജീവിച്ച ആ പുണ്യ ജീവിതത്തിനു മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഷിമോഗ ഇടവകാംഗങ്ങൾ അവതരിപ്പിക്കുന്നു ഷിമോഗ സർഗചേതനയുടെ 4ാമത് വിശ്വാസ സംഗീത നാടകം കണ്ണീരിന്റെ സംഗീതം. കണ്ണീരിന്റെ സംഗീതം. സലഹ ബുഹാര സലഹ ബുഹാര സലഹ 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 ബുഹാര. സലഹ ബുഹാര സലഹ ബുഹാര സലഹ 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 ബുഹാര. അയ്യയ്യോ, എന്തൊരു പൊടിയാണ് ഈ വീട് മുഴുവൻ. എവിടെ നോക്കിയാലും പൊടി, ഒരെണ്ണത്തിന് കാണാനില്ലല്ലോ. നോക്കാനും അന്വേഷിക്കാനും ആരുമില്ലല്ലോ. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനാണെങ്കിൽ
2 കോല് പിണച്ചു വെച്ച് അതിനു മുമ്പ് മുട്ടുകുത്തി എന്തൊക്കെയോ പുലമ്പാനേ നേരള്ളൂ. പിന്നെ ഒരു അടിമക്കൊച്ചുണ്ടായിരുന്നത് എവിടെ പോയി? ഓ, വീട്ടുപണിക്ക് സഹായിക്കാൻ മുലകുടി മാറാത്ത ഒരു കൊച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്റെ പുന്നാരമോൻ. താസാ താസാ. കൊച്ചമ്മ എന്നെ വിളിച്ചോ? ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കായിരുന്നു. എന്താ ഇപ്പൊ വേണ്ടേ? അശ്രീകരം. നിൽക്കണം നിൽപ്പ് കണ്ടില്ലേ? തിന്നു കൊഴുക്കാനല്ലാതെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? നിന്നെയൊക്കെ കണി കണ്ട കുലം മുടിയും. ആരാടി നിന്നോട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്? മോണിക്കാൻഡി പറഞ്ഞിട്ടാ. ഓ, പൂക്കളുണ്ടാക്കി നിന്റെ സുന്ദരി ആന്റിക്ക് കുരിശിൻ മരിച്ചയാളുടെ രൂപത്തിന്റെ കീഴിൽ വയ്ക്കാനായിരിക്കും. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ പറയുന്നത് മാത്രമേ ഈ വീട്ടിൽ ചെയ്യാവൂ എന്ന്. ഛേ, അപ്പോഴേക്കും ഒരു പൂങ്കണ്ണീര്. താസ, നീ ഓടിപ്പോയി ആരും കാണാതെ മോനിക്ക മുറിയിൽ എന്ത് ചെയ്യാണെന്ന് നോക്കിയേ. ഓ, ഒരു സുന്ദരി വന്നിരിക്കുന്നു. അവൾ വന്ന് കേറിയപ്പോഴേക്കും വീട്ടുപണിയിൽ സഹായിക്കാൻ ഒരു പെണ്ണ്, തോട്ടത്തിൽ സഹായിക്കാൻ ഒരു അടിമപ്പയ്യൻ. വെയിൽ കൊണ്ടാൽ അവളുടെ മേനി കറുക്കും, കാറ്റ് കൊണ്ടാൽ അവളുടെ മുടി നരയ്ക്കും, തറയിൽ തൊട്ടാലോ അവളുടെ കാല് തരിക്കും. ഓ, എന്താ അവളൊരു ഭൂലോകരമ്പയല്ലേ, ക്ലിയോപാട്രയുടെ മോള്. കൊച്ചമ്മ ആന്റി പാത്രം കഴുകുവാ. ഓ, പാത്രം കഴുകി ഉടച്ചു കളയാതിരുന്നാ മതിയായിരുന്നു. ആ, അമ്മ എന്നെ അന്വേഷിച്ചോ? അമ്മയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം മേശമേൽ പകർത്തി വെച്ചിട്ടുണ്ട്. ഓ, അവളുടെ ഒരു ഒലിപ്പിക്കണ സ്നേഹം. നീ കഴിച്ചോ? അമ്മ കഴിച്ചു കഴിഞ്ഞല്ലേ ഞാൻ എന്നും കഴിക്കാറുള്ളൂ. പെട്രീഷ്യസ് നേരത്തെ കഴിച്ചു, പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താസമോളെ, നീ തഫീർ ആന്റിയുടെ അടുത്ത് പോയി ഭക്ഷണം വാങ്ങി കഴിച്ചോളൂ കേട്ടോ. എനിക്കിപ്പോ വിശക്കുന്നില്ല ആന്റി. നീ എന്തിനാ പാത്രമൊക്കെ കഴുകാൻ പോയത്? തഫീറാക്കിന് സുഖമില്ല, അതുകൊണ്ടൊന്ന് സഹായിച്ചതാ അമ്മേ. നീ സഹായിക്കാൻ തുടങ്ങിയത് മുതലാ ആ അടുക്കളക്കാരിക്ക് ഇടയ്ക്കിടെ അസുഖം വരുന്നത്. ഇതുങ്ങളെയൊക്കെ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ അവര് നമ്മുടെ തലേ കയറി ചെവി തിന്നും. മറ്റുള്ളവരെ സഹായിക്കണമെന്നാ യേശുദേവൻ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ സ്വന്തം വീട്ടിലെ പണികൾ ചെയ്യുന്നത് ഒരു കുറിച്ചലാണോ അമ്മേ? മോണിക്കാൻഡി മറ്റുള്ളവരെ സഹായിച്ചാൽ കൊച്ചമ്മയ്ക്ക് എന്താ? നന്നായി ജോലി ചെയ്ത തടിയും കുറയും, സൗന്ദര്യവും കൂടും. നോക്കിയേ, മോണിക്കാൻഡിനെ കാണാൻ എത്ര ചന്ത. കൊച്ചമ്മ ക്രിസ്ത്യാനി ആയിക്കോ, സ്വഭാവം നന്നാവും, ഭംഗിയും കൂടും. അങ്ങനെ എന്റെ തടി കുറയണ്ട, ക്രിസ്ത്യാനി ആകണം പോലും. ക്രിസ്ത്യാനിന്ന് കേട്ടാ തന്നെ എനിക്ക് ഓക്കാനം വരും. ദിവസവും മഞ്ഞളരിച്ച് വെറും വയറ്റില് കുടിച്ചാ മതി. നീയും നിന്റെ കുരിശിലെ ദൈവവും വന്നു കേറിയപ്പോ മുതലാ എന്റെ സന്തോഷമെല്ലാം പോയത്. എന്റെ ദേവിമാരെയും ദേവന്മാരെയും ഒക്കെ എന്റെ മോൻ വീടിന് പുറത്താക്കി. എല്ലാ ദേവന്മാരും ഒരേ വീട്ടിൽ വേണ്ടാന്ന് പറഞ്ഞ് പെൺകോമ്പൻ. വർഷാവർഷമുള്ള കോഴീനെ കത്തിക്കലും ആടിനെ ഓടിച്ചിട്ട് വെട്ടലും കളമെഴുത്തും പാട്ടുമെല്ലാം നിന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് ആടിന് വെട്ടല്. ആദ്യം കഴുത്തിലൊരു മാല ഇടും, കുടിക്കാൻ വെള്ളം കൊടുക്കും. ആൾക്കാരൊക്കെ കുറവായി ഇടുമ്പേ ഒരു വലിയ കത്തി കൊണ്ട് ടിഷും ഒറ്റ വെട്ട്. ഞങ്ങളുടെ അല്പം വ്യത്യാസമാ. ആദ്യം ദൈവമായ ബാൽഹെമോന്റെ രൂപം പൂജിച്ച് വടക്കു കിഴക്കു ദിശയിൽ വയ്ക്കും. വലതുവശത്ത് സൂര്യനെയും ഇടതുവശത്ത് ചന്ദ്രനെയും പ്രതിഷ്ഠിക്കും. ആടിനെ അലങ്കരിച്ചു കൊണ്ടുവന്ന് നമസ്കരിപ്പിക്കും. എന്നിട്ടതിനഴിച്ചു വിട്ടിട്ട് ഓടിച്ചിട്ട് പിടിക്കും. അതിന്റെ ചെവി വെട്ടി വീടിന് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് പുരമുകളിലേക്ക് എറിയണം. എന്നിട്ട് ആടിന്റെ കഴുത്തൊടിച്ചു കൊന്ന് ചോര ബാൽഹെമോന്റെ രൂപത്തിൽ ഒഴിച്ച് മാംസം ചുട്ടു തിന്നണം. എന്തൊരു സ്വാദാ! ഓ, ഇങ്ങനെയൊക്കെയാ മോനിക്ക പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ. എനിക്ക് സജീവ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുവിനെയും മാത്രമേ പൂജിക്കാനാവൂ.
ആ പൂജിച്ചോ 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 പൂജിച്ചോ. ആ പിന്നെ ആന്റിന്റെ മുറിയില് ഒരു കുരിശമ്മേ ഒരാള് തൂക്കിയിട്ട് അതിന്റെ അടിയില് നിറയെ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആന്റി മന്ത്രവാദം ചെയ്യാണോ? തഗാസ്തയിൽ നിന്നുള്ളവരെല്ലാം ചുട്ട കോഴീനെ പറപ്പിക്കുന്ന വിദ്യകൾ അറിയാവുന്നവരാ. എന്താ സംശയം? എന്റെ താസ, അത് മന്ത്രവാദമൊന്നുമല്ല. സജീവ ദൈവത്തിന്റെ പുത്രനായ യേശുവാണ് ആ കുരിശിൽ മരിച്ചു കിടക്കുന്നത്. ഈശോയുടെ പ്രകാശം ലോകത്തിലെല്ലായിടത്തും പരക്കുന്നതിന്റെ അടയാളമായിട്ടാ ആന്റി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിചാരിച്ചു അത് അയാളെ കത്തിക്കാൻ ഓർക്കുന്നു. എന്റെ അമ്മ ഒരിക്കൽ അയൽവക്കത്തെ ബലീഷ്യ സംഘവുമായി വഴിക്കൂടി. അന്ന് രാത്രി ഒരു ബൊമ്മ എടുത്ത് അതിൽ 3 പ്രാവശ്യം ബൽഷ്യോസ് പൂ 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 നീട്ടി തുപ്പി അതിനെ തീയിലേക്കിട്ടു. ആ അങ്കിള് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വടിയായി. വേറൊരു ദിവസം ഞങ്ങളുടെ നാട്ടില് വസൂരി വന്നപ്പോ എല്ലാവരും കാട്ടിലേക്ക് പോയി. ഒരു ചെറുക്കനെ മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് മന്ത്രം ചൊല്ലി പൂമാലയിട്ടു. ദേഹത്ത് മുഴുവൻ ചായം പൂശി ഉറുമ്പിനെ വാരിയിട്ടു. എന്നിട്ട് തീ കത്തിച്ചു കൊന്നു. അമ്പടി കള്ളി, അപ്പൊ നിന്നെ പേടിക്കണമല്ലോ. നീ എന്നെ പൂച്ചയാക്കി മാറ്റോടി. ആന്റിനെ ഞാനൊന്നും ചെയ്യൂല. പക്ഷേ മതയാനെന്ന് അയ്യോ അല്ല, മമ്മദിനാമയെ ഞാനൊരു ഞാനുലാക്കി മാറ്റട്ടെ. ഉവാടി, ഇവിടെ നിന്റെ വേലകൾ എന്തെങ്കിലും എടുത്താൽ ആ കരിമ്പനയിൽ കെട്ടിത്തൂക്കി കത്തിക്കും ഞാൻ. ആന്റിന്റെ ദൈവത്തോട് എന്തും ചോദിച്ചാലും തരുവോ? പിന്നല്ലാതെ തീർച്ചയായും കിട്ടും. പിന്നെ കാലിലും കയ്യിലും ആണി തറഞ്ഞിട്ട് അതൂരി ഇറങ്ങി വരാൻ പറ്റാത്തയാളാണോ നിന്റെ തലയിലെ പിരിവെട്ടിയാണി ഉറപ്പിക്കാൻ പോകുന്നത്? അതെന്റെ ഹൃദയത്തിൽ ആഴ്ന്നുപോയ വിശ്വാസമാ അമ്മേ. ഈശോയുടെ കാൽപാദങ്ങളുടെ അരികിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ ശാന്തതയും ആശ്വാസവും എത്രയെന്ന് പറയാനാകില്ല. എന്നിട്ട് വല്ലതും ഇതുവരെ തടഞ്ഞോ? നിന്റെ കെട്ടിയോന്റെ രഹസ്യബന്ധങ്ങൾ മാറ്റാൻ നീ മാറത്തലച്ച് കരയുന്ന കേൾക്കാമല്ലോ. തിരിയും പൂവുമൊക്കെ നിരത്തിവെച്ച് കഴിഞ്ഞ 2 കൊല്ലമായി അതൊക്കെ കൂടുന്നതല്ലാതെ കുറയുന്നതായി എനിക്കൊന്നും തോന്നിയിട്ടില്ല. ശരിയാ, മുതലാളിക്ക് വേറെ കുറെ ആന്റിമാരൊക്കെ ഉണ്ടെന്നാ തോട്ടത്തിൽ പണിയുന്ന മുഫീറങ്കിള് പറയാറുള്ളേ. താസമോളെ, ഇവിടെ നോക്കിയേ. നീ നിന്റെ കുഞ്ഞു മനസ്സിൽ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ കേറ്റി വെക്കേണ്ട കേട്ടോ. കുഞ്ഞു വായിൽ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞാ മതി കേട്ടോ. അതൊക്കെ ആണുങ്ങളുടെ ഒരു കഴിവാ. എന്റെ ഭർത്താവിന് വേറെ എത്ര പിള്ളേരും പെണ്ണുങ്ങളും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. വെറുതെ എന്തിനാ എല്ലിന്റെ എണ്ണം കൂട്ടി പല്ലിന്റെ എണ്ണം കുറയ്ക്കുന്നത്? അങ്ങേരുടെ കാറ്റ് പെട്ടെന്ന് തന്നെ പോയി. എത്ര നിസ്സാരമായിട്ടാ അമ്മ ഇതൊക്കെ പറയുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സംസ്കാരത്തിൽ ഇതൊക്കെ പാപമാണ്. ദാമ്പത്യ സ്നേഹം ഒരു വിശിഷ്ട രത്നമാണ്. അത് ചവിട്ടി അരച്ച് മലിമസമാക്കാൻ പുറത്തുള്ളവർക്ക് നൽകരുതെന്ന ദൈവീക നിയമമാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓ, നിന്റെ ഒരു സംസ്കാര മഹിമ. എന്താ, ഞങ്ങളൊക്കെ വൃത്തികെട്ടവരല്ലേ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ അമ്മേ. വെറുതെ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? പാവം മോനിക്കാന്റിനെ ചുമ്മാ കുറ്റം പറയാനേ ഈ കൊച്ചമ്മയ്ക്ക് നേരുള്ളൂ. ആന്റി എന്തിനാ ഇവിടേക്ക് കല്യാണം കഴിച്ചു വന്നത്? അതാണ് എന്റെ മോന്റെ കലവര. ഞാൻ അവനു വേണ്ടി എത്രയെത്ര ആലോചനകൾ കൊണ്ടുവന്നതാ. ഐശ്വര്യമുള്ള ബർബർ കുടുംബങ്ങളീന്ന് ഒരു ക്രിസ്ത്യാനിയുമായുള്ള കല്യാണം വേണ്ടടാ വേണ്ടടാ എന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. കേൾക്കണ്ടേ? വരാനുള്ളത് വഴിയിൽ തങ്ങോ? ഞാനിവിടെ വിവാഹം ചെയ്തു വന്നത് എന്റെ വീട്ടുകാരിൽ പലർക്കും ഇഷ്ടമായിരുന്നില്ല എങ്കിലും ദൈവഹിതം അതായിരുന്നു താസ. അതാണ് പറഞ്ഞേ.
തലവര ഒരൊന്നൊന്നര വരയാ, മാറ്റാനൊക്കില്ല. നിന്റെ വീട്ടീന്ന് കിട്ടിയ വീഞ്ഞിലാ അവൻ ആദ്യം വീണത്. നീ അതിലെന്തോ കൈവിഷം എന്റെ മോന് കൊടുത്തോയെന്നാ അന്നു മുതലുള്ള എന്റെ സംശയം. കൈവിഷം കൊടുത്ത് ആൾക്കാരെ മയക്കാൻ തകാസ്തയിലുള്ളവരൊക്കെ വിരുദ്ധന്മാരാണല്ലോ. കൈവശോ? അതെന്താ? അതൊരു കൂട വിഷമാ. കുടിച്ചാ വിടൂല, തലയിൽ പിടിച്ചാലോ ഇറങ്ങൂല. പോരാത്തതിനോ അത് കൊടുത്തയാളോ ഒരു ഭൂലോക സുന്ദരി. ഞാനൊന്നും ചെയ്തിട്ടില്ല. റോമൻ ചക്രവർത്തിയുടെ പ്രവിശ്യ കാര്യാലയ ഉദ്യോഗസ്ഥനായ പെട്രീഷ്യസ് വീട്ടിൽ വന്ന് എന്നെ ഭാര്യയായി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ എതിർക്കാനുള്ള ധൈര്യം എന്റെ പിതാവിനോ ബന്ധുക്കൾക്കോ ഉണ്ടായില്ല. ഓ, വന്നു കേറി അന്നു മുതൽ തുടങ്ങി എന്റെ തലവേദന. അതിനു മുമ്പ് ഓക്കാനും ദഹനക്കേടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ ഞാൻ നിന്റെ നാക്കു ഞാൻ ചെത്തി ഉപ്പിലിടും. അയ്യോ, എന്നെ തല്ലല്ലേ. കട്ടുറുമ്പിന്റെ വലിപ്പം, ഉറുമി പോലത്തെ നാക്കും. അയ്യോ, എന്നെ തല്ലിക്കൊല്ലല്ലേ. എന്താ അമ്മയും താസയും കൂടെ ഓടിക്കളിക്കുക? എന്തിനാ അമ്മ ആ കൊച്ചിനെ ഇങ്ങനെ ചൊറിയുന്നത്? നിനക്കെവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ ഒരു നരിച്ചീറിനെ? അതിന് വിടമ്മ. അമ്മയോടൊത്തൊന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി? ഓ, ഇപ്പോഴെങ്കിലും ഇവിടെ ഒരു അമ്മയുണ്ടെന്ന് ഓർമ്മയുണ്ടായല്ലോ എന്റെ പുന്നാര മോനെ. ഞാൻ പോകുമ്പോൾ അമ്മ ഉറക്കമായിരിക്കും. ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് അമ്മ ഉറങ്ങിയിട്ടുമുണ്ടാവും. ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ ഭാര്യയെ കാണാനും ഇടപഴകാനും കുറവൊന്നുമില്ലല്ലോ. ഇനി അവൾക്കുമുണ്ടോ ഇതേപോലെ പരാതി? ഓ, ഭർത്താവിന് ദൈവത്തെ പോലെ പൂജിക്കുന്ന ഒരു ഭാര്യയാണല്ലോ. ഈ തകാസ്തയിലെ ഏതൊരു ഭാര്യയും സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം അതേപോലെ തിരിച്ചു നൽകുവാൻ എനിക്ക് കഴിയാറില്ല. മോനിക്ക, അമ്മേ, ഞാൻ പോകുന്നു. ദേ, ഒരു നിമിഷം ഒന്ന് നിന്നേ. നോക്കൂ അമ്മേ, എനിക്ക് അപകടമൊന്നും വരാതിരിക്കാൻ അവളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കണ്ടോ? ഓ, ഒരു പ്രാർത്ഥനക്കാരി. അവളുടെ ഈ നെഞ്ചിടിച്ചുള്ള കരച്ചിലും പരിദേവനങ്ങളും എന്തേ അവളുടെ ദൈവം കേൾക്കുന്നില്ല? കല്യാണം കഴിഞ്ഞതിൽ പിന്നെയെങ്കിലും നിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? അവളെ എന്തിനാമേ കുറ്റം പറയുന്നേ? അതിനായി ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലേ? നിന്റെ സ്വഭാവം ഒന്നും നീ മാറ്റണ്ട. ബർബർ മതത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? പിന്നെ വന്നു കേറുന്ന പെണ്ണിന്റെ കഴിവാ കെട്ടിയോന് സമയത്തിന് വീട്ടിൽ വരണമെന്നുള്ള തോന്നലുണ്ടാക്കുന്നത്. ഇവൾക്കൊരമ്മയാകാൻ കഴിവുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആ സംശയമൊന്നും ഇനി വേണ്ടയമ്മേ. മോനിക്ക, ഇനി ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് അമ്മയോട് പറയാമെന്ന് കരുതിയതാ. ഒരു സന്തോഷ വാർത്ത. അമ്മ ഒരു അമ്മൂമ്മയാകാൻ പോവുക. ഹാവൂ, എനിക്ക് സന്തോഷായി. മുഖത്തൊരു വിളർച്ച കണ്ടെങ്കിലും കാര്യമായിട്ട് എടുത്തില്ല. ഇനി ആരോഗ്യമൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പോയി അടുക്കളക്കാരിക്ക് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. മോനിക്ക, നീ ഇനി സന്തോഷവതിയായിരിക്കണം. നല്ല ഭക്ഷണം കഴിക്കണം, നന്നായി വിശ്രമിക്കണം. നല്ല ആരോഗ്യവും സൗന്ദര്യവും കഴിവുകളുമുള്ള ഒരു മകനായിരിക്കണം നമ്മുടേത്. നമുക്കുണ്ടാകാൻ പോകുന്നത് മകൻ തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തിയോ? ഞാൻ ഇന്നലെ പുരോഹിതനായ ഗബാറിയൂസ് മൊത്ത് എന്റെ അപ്പന്റെ കുഴിമാടത്തിൽ പോയി വീഞ്ഞും മുട്ടയും കോഴിയുടെ ചോരയും മന്ത്രം ചെയ്ത് കുഴിച്ചിട്ടു. രാത്രി മുഴുവൻ കുഴിമാടം കെട്ടിപ്പിടിച്ചുറങ്ങി ഞാൻ. ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പൂർവ്വപിതാക്കന്മാർ നമുക്ക് സ്വപ്നത്തിൽ കാര്യങ്ങൾ വെളിവാക്കി തരും എന്നാണ് ബർബർ മതത്തിലുള്ള ഞങ്ങളുടെ ഒരു വിശ്വാസം. അങ്ങനെ കിടന്നപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഒരു മകൻ ജനിക്കും, അവൻ ലോക പ്രശസ്തനാകുമെന്ന്. മക്കളെ തരുന്നത് ദൈവമല്ലേ? മകനായാലും മകളായാലും ഞാൻ കൈനീട്ടി സ്വീകരിക്കും.
എന്റെ സ്വത്തിനും ഹൃത്തിനും അധിപനായി ഒരു മകൻ ജനിക്കും. സൂര്യ തേജസ്സോടെ, ചന്ദ്രന്റെ മുഖകാന്തിയോടെ അവന് ഞാനൊരു റോമൻ സൈന്യാധിപനാക്കും. വീഞ്ഞശാലകളിൽ അവന്റെ ഭാഷണങ്ങൾ കേട്ട് തകാസ്തയിലെ ജനങ്ങൾ അതിശയിക്കണം, ആനന്ദിക്കണം. റോമിലെ ഏതൊരു സുന്ദരിയും മയങ്ങി വീഴുന്ന, അവരുടെ ഉറക്കം കെടുത്തുന്ന സൗന്ദര്യം അവനുണ്ടാകണം. ചരിത്ര താളുകളിൽ അവന്റെ പേരിനോടൊപ്പം എന്റെ പേരും സ്വർണ ലിപികളിൽ എഴുതപ്പെടണം. ഞാൻ നേടാത്തതൊക്കെ അവൻ സ്വന്തമാക്കണം. ഞാൻ വെട്ടിപ്പിടിക്കാത്തതൊക്കെ അവൻ കൈവലയത്തിലാക്കണം. എല്ലാം അവൻ വിരൽത്തുമ്പിലാക്കണം. വർദ്ധിപ്പിക്കും, പടുത്തുയർത്തും. അതിനാൽ ഞാൻ അവനെ അഗസ്തീനോസ് എന്ന് വിളിക്കും. അഗസ്തീനോസ്, അഗസ്തീനോസ്. എന്റെ ദൈവമേ, എനിക്ക് ജനിക്കുന്നതൊരു മകനാണെങ്കിൽ ഒരു സ്ത്രീയുടെയും കണ്ണുകൾ അവൻ മൂലം നിറയരുത്. ഒരമ്മയുടെയും ഹൃദയം വിങ്ങരുത്. എല്ലാവർക്കും അവൻ സ്നേഹത്തിന്റെ, ശാന്തിയുടെ, അറിവിന്റെ പ്രകാശമായിരിക്കണം. ചരിത്ര താളുകളിൽ മാത്രമല്ല, അതിലുപരി അങ്ങയുടെ കണക്കു പുസ്തകത്തിലും അവന്റെ പേര് തങ്കലിപികളിൽ എഴുതപ്പെടണം. എന്റെ ഈ കണ്ണീരാൽ അവനെ നീ എന്റെ ഉദരത്തിൽ വച്ചു തന്നെ വിശുദ്ധീകരിച്ചാലും
നിനക്കു വേണ്ടി. മാലാഖമാർ വന്നു പൂവിടക്കുന്നത് മകനേ നിനക്കു വേണ്ടി. ഗലിത, ഗലിത, ഇതാ വരുന്നു. നീ കഴിക്കുന്നില്ലേ? ഞാൻ അല്പം ഉറങ്ങിയിട്ട് കഴിച്ചോളാം. അല്പം ക്ഷീണം തോന്നുന്നു. ഞാനും ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി നിന്റെ മുഖത്തൊരു വിളർച്ചയുണ്ട്. എന്താ, ഞാൻ വൈദ്യനെ കൊണ്ടുവരണോ? ഇത് വൈദ്യര് മാറ്റാനാകുന്ന രോഗമൊന്നുമല്ല. ഇത് രസകരമായിരിക്കുന്നല്ലോ. ഇത് നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് വന്നതാ. സാരമില്ല, ഈ രോഗം എല്ലാ ഭാര്യമാർക്കും ഉള്ളതാ. ഭർത്താവ് സ്നേഹിച്ചില്ലെങ്കിൽ മുരടൻ, സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ കഠിനഹൃദയൻ, സ്നേഹിച്ചാൽ അവൻ ശല്യക്കാരൻ, അത് കൂടിയാൽ കാട്ടുപോത്ത്. ഇതിലേത് വകുപ്പിലാണോ എന്റെ ശ്രീമതി എന്നെ പെടുത്തിയിരിക്കുന്നത്? എന്റെ ജീവിതത്തിലേക്ക് വന്ന സ്നേഹത്തിന്റെ വസന്തം, എന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയ കരുണയുടെ സംഗീതം അങ്ങന്റെ ആത്മാവിന്റെ സൗരഭ്യമാണ്. ഗലീത, നീ എന്നെ കോരിത്തെരിപ്പിക്കുന്നു. നീ എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ആദ്യമായി കണ്ട നാൾ മുതൽ നിന്റെ നൃത്തത്തിലെ മാസ്മരീകത, ശരീരത്തിൽ ദൈവം വാരിച്ചൊരിഞ്ഞ മനോഹാരിത, കണ്ണുകളിലെ ചടുലതയിൽ മിന്നിമറയുന്ന പോലെ ഒരു പൗർണമിയുടെ വശ്യത മുഴുവൻ ഹൃദയത്തിലേക്ക് പെയ്തിറക്കുന്ന പുഞ്ചിരി. ഒരുമിച്ചായ നാൾ മുതൽ അനുനിമിഷം വർദ്ധിച്ചു വരുന്ന സ്നേഹവും ശുശ്രൂഷബോധവും സരസഭാഷണവും, അതിൽ ലയിച്ചിരിക്കാൻ, അനുഭവിച്ചുറങ്ങാൻ, നുകർന്നെണീക്കാൻ തീരാത്ത ദാഹം. മരുഭൂമിയിൽ മഴയായി, പകലിൽ മേഘമായി, രാത്രിയിൽ ദീപനാളമായി, കാറ്റിന്റെ മർമ്മരമായി, അണ പൊട്ടിയൊഴുകുന്ന വെള്ളത്തിന്റെ താണ്ഡവമായി, തിരമാലയുടെ ഹുങ്കാരമായി മാറുന്ന അങ്ങയുടെ സ്നേഹത്തിൽ അലിഞ്ഞുയരാനും നനഞ്ഞു കുതിരാനും എരിഞ്ഞടങ്ങാനും ഞാനും ഓരോ നിമിഷവും കൊതിച്ചിരുന്നു. ഈ സ്നേഹ മാത്സര്യം കൊണ്ടാണ് ഈയിടെ എനിക്കല്പം ക്ഷീണം തോന്നുന്നത്. ഗലീത, എന്നെ വീർപ്പ് മുട്ടിക്കില്ലേ? എന്താ കാര്യമെന്ന് തുറന്നു പറയൂ. അഗസ്റ്റിനോസ്, ഞാൻ എങ്ങനെയാ അത് പറയുക? ഈ പ്രായത്തിൽ ഇനി സംസാരിക്കാൻ പഠിപ്പിക്കാൻ പറ്റുമോ? ഈ സ്ത്രീകളുടെ പ്രശ്നം ഇതാ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയാനറിയില്ല. ശരി, പറയാം. അഗസ്റ്റിനോ, ഇനി വീഞ്ഞുകൂടിയൊക്കെ അല്പം കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കണം. ശരി, ഞാനിനി ഇവിടെ കാർത്തേജിൽ തർക്കശാസ്ത്രം പഠിപ്പിക്കലൊക്കെ നിർത്തി ആട്ടിൻ സൂപ്പൊക്കെ കുടിച്ച് ആരോഗ്യമൊക്കെ നന്നാക്കി ഗുസ്തി പഠിക്കാം. അതല്ല, നമ്മൾ ഇനി ചെലവൊക്കെ ചുരുക്കി കരുതി ജീവിക്കണം. ഇന്ന് വരുമ്പോ കുറച്ച് പട്ടുതുണികൾ കൊണ്ടുവരണം. മനസ്സിലായി മനസ്സിലായി. മറ്റു ചെലവൊക്കെ ചുരുക്കി നിനക്ക് കുറച്ച് പട്ടുവസ്ത്രങ്ങൾ വാങ്ങണം അല്ലേ? അതല്ല, എനിക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ട്. അല്പം മൃദുവായ തുണിക്കഷണങ്ങൾ വേണം. കുറച്ച് കുഞ്ഞുടുപ്പുകൾ തുന്നാനാ. എന്താണ് എന്താണ് നീ പറഞ്ഞത്? ഞാനൊരു അപ്പച്ചനാകാൻ പോകുകയാണെന്നോ? നിന്റെ വയറ്റിനുള്ളിൽ ഒരു കുഞ്ഞുവാവാ? ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. അയ്യേ, നാണമില്ലേ? ആരെങ്കിലും കാണൂലേ? അതിനിവിടെ ആരുമില്ലല്ലോ. എനിക്ക് അവനെ കാണാൻ കൊതിയായി. കാർത്തേജിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് പോലും. സാമാന്യ ബോധമില്ല. ചുരുങ്ങിയതൊരു 8 മാസമെങ്കിലും ഇനി കാത്തിരിക്കണം. ഇതെനിക്ക് ആഘോഷിക്കണം. എന്റെ കൂട്ടുകാർക്ക് ഒരു വമ്പൻ സൽക്കാരം നൽകണം. ചെലവ് ചുരുക്കളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നോട് നൃത്തമാടാനൊന്നും പറഞ്ഞേക്കല്ലേ. അതൊക്കെ പണ്ട് നിർത്തിയതല്ലേ. ഇനി മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും ആനന്ദ നടനം. എത്ര ചേതോഹരമാണത്. മാതാപിതാക്കളുടെ സ്നേഹം ചാലിട്ടൊഴുക്കാൻ
അവരുടെ ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ പ്രകൃതി അവരുടെ രക്തത്തിൽ നിന്നും മാംസത്തിൽ നിന്നും അസ്ഥിയിൽ നിന്നും ചായക്കൂട്ടുകൾ ഉണ്ടാക്കി അവരുടെ പതഞ്ഞുയരുന്ന സ്നേഹം അരച്ചു ചേർത്ത് അമ്മയുടെ ഉദരത്തിൽ കൊത്തിയൊരുക്കുന്ന മോഹന ശില്പം. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഈ തിരശ്ശിലകളിൽ അലകളുണ്ടാക്കണം. ആ പിഞ്ചു കുഞ്ഞിന്റെ ചിരികൾ ഈ ഭിത്തികളിൽ പ്രതിധ്വനിക്കണം. കാൽപാദങ്ങൾ പതിയുന്ന ഈ തറകൾ പുളകം കൊള്ളണം. കാൽ കൊലുസുകളുടെ സംഗീതം എന്റെ വീട്ടിൽ സപ്തസ്വരങ്ങളുടെ പൂമഴ പെയ്യിക്കണം. ആ പിഞ്ചുമുത്തിനെ എന്റെ കൈകളിൽ കോരിയെടുത്ത് എന്റെ ദേഹവും ദേഹിയും പ്രാണനും പ്രജ്ഞയും കോരിത്തരിപ്പിക്കണം. തുള്ളി കളിച്ചോളൂ. അതിനുള്ള വിഷമങ്ങളും വേദനയും ഞങ്ങൾ സ്ത്രീകൾക്കല്ലേ അറിയുള്ളൂ. ആ പിന്നെ അഗസ്തിനോസിന്റെ മാതാപിതാക്കളെ ഇത് അറിയിക്കണം കേട്ടോ. നമ്മൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനായി എന്ന് വരില്ല. അവരൊക്കെ ഇതെല്ലാം എങ്ങനെ സ്വീകരിക്കുമെന്നറിയില്ല. അതൊക്കെ പിന്നീട് നോക്കാം. ഇപ്പോൾ എനിക്കിത് ആഘോഷിക്കണം. ഖലീദ, എനിക്കെന്റെ കൂട്ടുകാരെയൊക്കെ ഒന്നറിയിക്കണം. ഞാൻ നിനക്കൊരു നല്ല സമ്മാനവുമായി തിരിച്ചു വരാം. ആരാണ്? ഇത് അഗസ്തിനോസിന്റെ വീടല്ലേ? അതെ. ആരാണ്? മനസ്സിലായില്ല. എവിടെ നിന്നാ? ഇവൾ അഗസ്തീനോസിന്റെ അമ്മയാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ അവനെ തേടി ഇറങ്ങിയതാ. പേടിക്കണ്ട. നീ അവന്റെ കൂടെ താമസിക്കുന്ന ഖലീദ എന്ന പെൺകുട്ടിയാണോ? അമ്മ, അമ്മേ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഒരു അമ്മയുടെ ദുരവസ്ഥ കണ്ടോ? മരുമകളെ 2 ദിവസം യാത്ര ചെയ്ത് പരിചയപ്പെടേണ്ടി വരുന്ന പരിതാപാവസ്ഥ. മോനിക്ക, നമ്മുടെ ഈ മോള് സുന്ദരിയാണല്ലോ. മോളെ, അഗസ്തീനോസ് എവിടെ പോയി? അഗസ്തിനോസ് കൂട്ടുകാരെ ചിലരെ കാണാൻ പോയതാ. ഉടനെ വരും. അമ്മേ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? മാതൃത്വം മനസ്സിലുയരുന്ന മാനവികതയുടെ മാസ്മര സ്പർശമാണ്. നിന്നെ ഒരു മകളായി കാണാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഖലീദ, എന്നോട് ക്ഷമിക്കൂ. സമയം എന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കും വരെ. ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്. ക്ഷണിക്കപ്പെടാത്ത, അർഹതയില്ലാത്ത ഒരതിഥിയായിട്ടല്ലേ ഞാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയത്. മോനിക്ക, നീ അവളെ സങ്കടപ്പെടുത്താതെ. ഖലീദ, എനിക്ക് നിന്നെ ഇഷ്ടമായി. നോക്കി നിൽക്കാതെ കുറച്ച് വീഞ്ഞു പകർത്തിത്താ. അയ്യോ, ക്ഷമിക്കപ്പച്ച. നിങ്ങൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഞാൻ ആകെ പകച്ചു നിന്നുപോയി. ഉടനെ തരാം. ഏതൊരമ്മയുടെയും സ്വപ്നമാണ് മകൻ വിവാഹിതനാകുന്നതും മരുമകളെ സ്വീകരിക്കുന്നതും അവർക്കുണ്ടാകുന്ന മക്കളെ താലോലിക്കുന്നതും. എനിക്കും ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. മോഹനമായ സംഗീതത്തിന്റെ അകമ്പടിയോടെ മന്നം മന്നം അൾത്താരയിലേക്ക് നടന്നു വരുന്ന അഗസ്തിനോസും ഒരു സുന്ദരിയായ പെൺകുട്ടിയും. ദൈവവചനത്തിന്റെ ദിവ്യസ്വരങ്ങൾ ദേവാലയത്തിൽ അലയടിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവും ഈശോയും പരിശുദ്ധാരൂപിയും സ്ത്രീ പുരുഷ ബന്ധത്തെ പവിത്രീകരിക്കുന്ന നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ, ദമ്പതിമാരുടെ ഊഷ്മള സ്നേഹത്തിന്റെ നിർവൃതിയിൽ ജനിക്കുന്ന എന്റെ പേരക്കുട്ടികളെ മടിയിലിരുത്തി ലാളിച്ച് സായുജ്യമടയാൻ. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായാൽ എന്റെ ഖലീദ, മനുഷ്യന്റെ കണ്ണുകളിൽ ദൈവത്തിന് കണ്ണുനീരിന്റെ ഉറവുകൾ ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എനിക്കതൊന്നും വലിയ കാര്യമായി തോന്നിയിട്ടില്ല. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മനസ്സും ഹൃദയവും ശരീരവും ഒന്നായി സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് വിവാഹം. അഗസ്തിനോസും ഞാനും ഒത്തിരി സ്നേഹിക്കുന്നുണ്ടമ്മേ. എനിക്കറിയാം ഖലീദ. ക്രിസ്തുവിശ്വാസിയായ ഈ അമ്മയ്ക്ക് സ്ത്രീ പുരുഷ സ്നേഹത്തെയും ദാമ്പത്യ ബന്ധങ്ങളെയും ഇങ്ങനെ കാണാനാകൂ. ചന്ദ്രദേവന്റെ അമ്പലത്തിൽ പോയി രക്തതിലകം ചാർത്തി വിവാഹിതരാകാമെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അഗസ്തിനോസ് പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ചു.
അമ്മയ്ക്ക് മനസ്സിലായോ എന്നെനിക്കറിയില്ല. അഗസ്തിനോസിന്റെ സമ്മാനമായ ഒരു കുഞ്ഞു ജീവൻ എന്റെ ഉദരത്തിൽ വളരുന്നുണ്ട്. ആ മോനിക്ക, ഇതാ നീ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നു. എനിക്ക് താലോലിക്കാൻ ഒരു പേരക്കുട്ടി, പിച്ച വെച്ച് നടത്തി പഠിപ്പിക്കാൻ ഒരു കൊച്ചുമോൻ. പെട്രീഷ്യസ്, സന്തോഷിച്ച് അധികം കുടിക്കണ്ട. ഖലീദ, നീ അമ്മയാകുന്നതിൽ സന്തോഷിക്കണോ അതോ കരയണമോ എന്ന് എനിക്കറിയില്ല. സമൂഹവും ദൈവവും അനുഗ്രഹിക്കാത്ത സ്ത്രീ പുരുഷ ബന്ധം വ്യഭിചാരമാണ്. അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളെ സമൂഹം അഭിമാനത്തോടെ കാണുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. അമ്മയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്ന് എനിക്കറിയാം. അതിനേക്കാളേറെ വിങ്ങുന്ന വേദനയും. അഗസ്തിനോസിന്റെ ജീവിതം അമ്മയുടെ ജീവിതത്തിൽ നൊമ്പരങ്ങളെ സമ്മാനിച്ചിട്ടുള്ളൂ എന്നും അറിയാം. ഇപ്പോ ഞാനും. എന്നോട് ക്ഷമിക്കമ്മേ. ഖലീദ, നിന്റെ പ്രായത്തിൽ ഒരു പെൺകുട്ടിക്കുള്ള പ്രശ്നങ്ങൾ എനിക്ക് നന്നായി മനസ്സിലാകും. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് സ്വന്തം ജീവിതം പാവക്കൂത്തിലെ പാവകളെ പോലെ ആടി തീർക്കേണ്ടവർ, ഒരാണിന്റെ തുണയില്ലാതെ ഒരു കാര്യവും ചെയ്യാനാകാതെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ചിലന്തി വലകൾക്കുള്ളിൽ പെട്ടുപോകുന്ന ശലഭങ്ങൾ. എന്റെ വിവാഹത്തിന് പോലും എന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല. നിന്റെ കഥയും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശൈശവത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു അനാഥയായിരുന്നു ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മായി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെയാണ് ഞാൻ വളർന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന റൊമാനിയോസ് എന്ന റോമൻ സൈന്യാധിപന് അവർ എന്നെ വിറ്റു. ഞാൻ ഇവിടെ കാർത്തേജിൽ വന്നു. റൊമാനിയോസിന്റെ മാളികയിൽ ഒരു ദാസിയായി, പിന്നീട് അതിഥികളെ സന്തോഷിപ്പിക്കുന്ന ഒരു നർത്തകിയായി. റൊമാനിയോസും ഞാനും അടുത്ത കൂട്ടുകാരാണ്. പക്ഷെ എന്റെ ചീത്ത സ്വഭാവങ്ങളൊന്നും അവനിലില്ല. അപ്പോൾ നീ ഒത്തിരി ജീവിതത്തിൽ വേദനിച്ചിട്ടുണ്ടല്ലേ? സാരില്ല, വേദനകളും സങ്കടങ്ങളും കാണുന്നവനാണ് ദൈവം. അഗസ്തിനോസ് സ്നേഹമുള്ളവനാണ്. ദൈവഹിതമായിരിക്കും നിങ്ങളെ കൂട്ടിമുട്ടിച്ചത്. അഗസ്തിനോസിനെ കാണും വരെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഊഷ്മളത ഞാൻ അറിഞ്ഞിരുന്നില്ല. വീട്ടിൽ വിരുന്നിന് വരുന്നവർ എന്റെ നൃത്തം കണ്ട് സന്തോഷിച്ച് തരുന്ന സമ്പാദ്യങ്ങൾ കൊണ്ട് ഞാൻ എന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തിരുന്നു. വേറെ എങ്ങും പോകാനില്ലാത്തതിനാൽ ആ വീട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. എങ്ങനെയാണ് അഗസ്തിനോസുമായി പരിചയപ്പെട്ടത്? റൊമാനിയോസിന്റെ മകനായ ലിസന്റിയൂസും അഗസ്തിനോസും കാർത്തേജിൽ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. മഞ്ഞുകാലാവധി ആഘോഷിക്കാൻ ഒരുമിച്ചവർ വന്നു. റോമൻ സൈന്യാധിപരുടെ ഒരു കൂട്ടം അന്ന് വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ രണ്ടുപേരും കയറി വന്നത്. മറ്റെല്ലാവരും എന്റെ രൂപലാവണ്യത്തിലും അംഗചലനങ്ങളിലും മതിച്ചിരിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ എന്റെ കണ്ണുകളിൽ ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്ന ആ യുവാവിനെ ഞാനും പലവട്ടം ശ്രദ്ധിച്ചു. അന്ന് സൽക്കാരവേളയിൽ കയ്യിലൊരു വീഞ്ഞുപാത്രവുമായി എന്റെ അരികിൽ വന്ന് എന്നോട് പറഞ്ഞു, ആർക്കും വീഞ്ഞാകാം, വീഞ്ഞിന്റെ ചഷകമാകാം, വീഞ്ഞിന്റെ ലഹരിയാകാം. മുന്തിരിവള്ളിയായി വളർന്ന് പടർന്ന് ഫലദായകമായി മാറുന്നതാണ് ജീവിതം. അന്ന് എനിക്ക് ഉറങ്ങാനായില്ല. എന്റെ ജീവിതം ഫലശൂന്യമാക്കിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന സത്യം എന്നെ അസ്വസ്ഥയാക്കി. അനേക ദിവസങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരായി. സ്നേഹത്തിന്റെ മൃദുസ്പർശനവും പരിലാളനവും മുന്തിരിവള്ളി പോലെ ഹൃദയത്തിലും കരളിലും പടർന്നു കയറുന്നത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. വെട്ടിപ്പിടിക്കുന്നതല്ല, വിട്ടുകൊടുക്കലാണ് സ്നേഹമെന്ന് അഗസ്തിനോസ് എന്നെ പഠിപ്പിച്ചു. അടുത്തിരിക്കുമ്പോഴുള്ള അനുഭൂതി മാത്രമല്ല, അകന്നിരിക്കുമ്പോഴുള്ള നൊമ്പരവും പരസ്പര ആശ്രയത്വവും കരുണയും സ്നേഹം തന്നെയാണെന്ന് ഞാൻ പഠിച്ചതും അഗസ്തിനോസിൽ നിന്ന് തന്നെ. 2 മാസം ആ വീട്ടിൽ താമസിച്ച് തിരിച്ചു പോകുന്നതിനു മുമ്പ് എന്നെ ക്ഷണിച്ചു ഒരുമിച്ചൊരു ജീവിതത്തിലേക്ക്. അഗസ്തീനോസിന് കാര്യമായ വരുമാനമൊന്നുമില്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു? ഞാനും സഹായിച്ചിരുന്നു. പഠനം തീർന്നപ്പോൾ തർക്കശാസ്ത്ര വിഭാഗത്തിൽ അഗസ്തിനോസിന് ജോലിയായി. എന്നെയും കൂട്ടി ഈ വീട് വാങ്ങി. 3 വർഷമായി ഒരുമിച്ച് താമസിക്കുന്നു. ആ, നിങ്ങൾ അമ്മയും മോളും ഒരുമിച്ച് എന്റെയും അഗസ്തീനോസിന്റെയും കുറ്റങ്ങളൊക്കെ പറഞ്ഞിരിക്കെ. റൊമാനിയോസിനെ കണ്ടിട്ട് ഒത്തിരി നാളായി. ഞങ്ങളൊന്ന് കൂടട്ടെ. മോനിക്ക, നമുക്ക് 2 ദിവസം ഇവരുടെ കൂടെ കഴിഞ്ഞിട്ട് പോയാ മതി.
നിങ്ങളൊക്കെ എത്ര നല്ലവരാ. അമ്മയെയൊക്കെ കാണാനും വീട്ടിലേക്ക് വരാനും ആഗ്രഹമുണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അഗസ്തിനോസ് സമ്മതിച്ചില്ല. മകളെ, നീ അഗസ്തനോസിൽ കണ്ട നന്മകൾക്കും നിങ്ങൾ പരസ്പരമേകിയ സ്നേഹത്തിനും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പക്ഷേ അവനെക്കുറിച്ചോർത്ത് കരയാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. നീയൊരു അമ്മയാകുമ്പോഴേ നിനക്കത് മനസ്സിലാകൂ. അമ്മേ, ഞാൻ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനകളെക്കാളും വീഞ്ഞുശാലകളിലെ അലസ ഭാഷണങ്ങളും ലഹരിക്കൂട്ടുകളുമാണ് അവനെ ആകർഷിച്ചത്. ഞാൻ ചൊരിഞ്ഞ നിർമ്മല സ്നേഹത്തെക്കാളും തെരുവുകളിൽ വിൽക്കപ്പെടുന്ന മാദക സുഖങ്ങളാണ് അവനെ കൊതിപ്പിച്ചത്. പട്രീഷ്യസിന്റെ അസന്മാർഗിക ജീവിതവും മദ്യപാനവുമാണ് അവന് മാതൃകയായത്. അമ്മേ, പരിചയപ്പെട്ട നാൾ മുതൽ മാന്യതയും സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞവനായിരുന്നു അഗസ്തിനോസ്. ആരെയും കൂസാത്ത ഭാവം, കാര്യനിർവഹണത്തിൽ സർവരെയും കൊതിപ്പിക്കുന്ന കൃത്യത, ബുദ്ധിയിലും തർക്കശാസ്ത്രത്തിലും അവന്റെ അധ്യാപകരെ പോലും അതിശയിപ്പിക്കുമെന്നാ കേട്ടിരിക്കുന്നത്. പർവ്വത സാനുക്കളിൽ പതഞ്ഞൊഴുകി പല കുന്നുകളെ പ്രദക്ഷിണം വച്ച് പാറക്കൂട്ടങ്ങളിൽ ചിതറിച്ചാടി സകലത്തിനെയും തഴുകി തലോടി സ്വന്തമാക്കി നടക്കുന്ന പുഴ അവസാനം സമുദ്രത്തിൽ ചേർന്ന് ശാന്തമാകുന്നതുപോലെ മകളെ, നിന്റെ സ്നേഹത്തിൽ അഗസ്തനോസ് വിലയം പ്രാപിക്കുന്നുവെങ്കിൽ ഈ അമ്മയുടെ കുറേ വേദനകൾക്ക് ഔഷധമായി, ആശ്വാസമായി, പക്ഷേ ഹൃദയത്തെ മതിക്കുന്ന ഒത്തിരി കൂരമ്പുകൾ പുഷ്പങ്ങളായി മാറാൻ ഈ അമ്മ ഇനിയും കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്നോട് ക്ഷമിക്കമ്മേ. സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത എനിക്ക് അഗസ്തിനോസിന്റെ സ്നേഹം അനർഗളമായ അനുഭൂതിയായിരുന്നു, അനിർവചനീയമായ സന്തോഷമായിരുന്നു, സാന്ത്വനമായിരുന്നു. അത് തിരസ്കരിക്കാൻ എനിക്കാകുമായിരുന്നില്ല. കളിതമാശയായിട്ടാണെങ്കിലും അമ്മയെപ്പറ്റി അഗസ്തിനോസ് ഒത്തിരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, അമ്മയുടെ സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ല. ഒരു മകളെന്ന രീതിയിൽ എനിക്ക് ആരെയും സ്നേഹിക്കാനുമായിട്ടില്ല. ഈ അമ്മയെ എന്റെ അമ്മയായി ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ. മോളെ, അമ്മേ, ദാ അഗസ്തനോസ് വരുന്നുണ്ട്. അഗസ്തിനോ, എന്താ സ്തംഭിച്ചു നിൽക്കണേ? ഇത് എന്റെ അമ്മയാ. അമ്മേ, ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മ വന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്നല്ലോ. നിന്നെ കാണുക എന്നത് ഈ അമ്മയ്ക്കും എന്നും അത്ഭുതകരമായിരുന്നല്ലോ. അങ്ങോട്ട് വന്ന് ഒരു വിശേഷം അറിയിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോഴാണ് അമ്മ ഇങ്ങോട്ട് വന്നത്. അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. വിശേഷമൊക്കെ എനിക്കറിയാം മോനെ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ മടിയിൽ കിടത്തി ഞാൻ കുറുക്കു കോരി കൊടുക്കുന്നതായി. ഗലീല, നമുക്കിന്ന് ആഘോഷിക്കണം. എന്റെ അമ്മയുടെ കൂടെ ഒന്നിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി. നല്ലൊരു വിരുന്നൊരുക്കാൻ അടുക്കളക്കാരിയോട് പറഞ്ഞോളൂ. അമ്മേ, ഞാൻ അടുക്കളയിലുണ്ടാകും, അങ്ങോട്ട് വേഗം വരണേ. എന്റെ അമ്മയോട് സംസാരിച്ച് എനിക്ക് കൊതി മാറിയില്ല. അമ്മേ, അമ്മ വന്നത് ഞങ്ങൾക്ക് എത്ര സന്തോഷമായി എന്നറിയാമോ? മോനെ, എനിക്കിന്ന് നിന്നെ കുറിച്ചോർത്ത് നൊമ്പരപ്പെടാനേ കഴിഞ്ഞിട്ടുള്ളൂ. വേദന മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടക്കാതെ വരുമ്പോഴുള്ള ഒരു വിങ്ങൽ. ജീവിതത്തെ അതിന്റെ വഴിക്ക് വിട്ടാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. ഒരമ്മയ്ക്കത് കഴിയില്ല. നീ ഒരപ്പനാകുമ്പോഴേ നിനക്കത് മനസ്സിലാകും. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അപ്പനും അമ്മയും നെയ്തു കൂട്ടുന്ന സ്വപ്നങ്ങളാണ് അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനും വളർത്താനും മാതാപിതാക്കൾക്ക് കിട്ടുന്ന പ്രചോദനം. എല്ലാ മൃഗങ്ങളും മക്കളെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു, വളർത്തുന്നു. പക്ഷേ മൃഗങ്ങളെ നയിക്കുന്നത് ചോദനയും മനുഷ്യരെ നയിക്കുന്നത് ഈശ്വര ചൈതന്യവുമാണ്. മൃഗചോദനകളാണ് അസന്മാർഗികതയും ലൈംഗിക അരാജകത്വവും ലോകത്തിൽ നിറയ്ക്കുന്നത്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ തരം താഴ്ന്ന് മൃഗത്തുല്യരാകണമെന്നാണോ? എനിക്ക് ഉത്തരങ്ങളുണ്ട്, പക്ഷേ എന്റെ അമ്മയുടെ മുൻപിൽ തോൽക്കാനാണ് എനിക്കിഷ്ടം. മകനെ, ഗലിതയെ എനിക്കിഷ്ടമായി. നിനക്കവളെ വിവാഹം ചെയ്തുകൂടെ? വിവാഹമെന്ന ചടങ്ങിനേക്കാൾ
അതിനുശേഷം സ്ത്രീയും പുരുഷനും പരസ്പരം ചൊരിയുന്ന സ്നേഹവും വിശ്വസ്തതയുമാണ് എനിക്ക് പ്രധാനം. ഇന്ന് ഞാൻ ഒരു അംബ്രോസച്ചനെ കണ്ടു. മിലാനിലെ ബിഷപ്പാണ് അദ്ദേഹം. ഇവിടെ തർക്കശാസ്ത്ര വിഭാഗത്തിൽ ഒരു സംവാദത്തിന് വന്നതാണ്. അമ്മയെ പരിചയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് ക്ഷണിച്ചു. അദ്ദേഹം ഏത് സമയത്തും വരാം. ഇന്ന് തന്നെ അമ്മ ഇവിടെ വന്നത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. അംബ്രോസ് അച്ഛനെ തകാസ്തയിൽ നിന്നേ എനിക്കറിയാം. പക്ഷേ ബിഷപ്പായത് അറിയില്ലായിരുന്നു. അച്ഛന് സ്വപ്നമായിരുന്നു നമ്മുടെ കുടുംബം ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കണമെന്നത്. പ്രവാചകന്മാരും തത്വചിന്തകരും ഈശ്വര അവതാരങ്ങളായി ലോക ചരിത്രത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താണ് സത്യമെന്നുള്ള അന്വേഷണത്തിലാണ് എല്ലാവരും. ആർക്കും നമ്മൾ അടിമകളാകരുത്. അവരിൽ നിന്നെല്ലാം നമുക്ക് വേണ്ടത് സ്വീകരിക്കുക. അത്രയേയുള്ളൂ. നോക്കൂ, എത്ര കൊല്ലമായി അപ്പനും അമ്മയും ഒരുമിച്ച് താമസിക്കുന്നു. അപ്പനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായോ അമ്മയ്ക്ക്? നിനക്ക് 7 വയസ്സുള്ളപ്പോൾ പനി പിടിച്ചു മരിച്ചു പോകുമെന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ നിന്റെ അപ്പച്ചൻ നിന്റെ രോഗം മാറിയാൽ ക്രിസ്ത്യാനിയാകാമെന്ന് സമ്മതിച്ചതാണ്. കരടുരുകിയുള്ള എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നീ സുഖം പ്രാപിച്ചു. പക്ഷേ അദ്ദേഹം അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. മോശയുടെ അത്ഭുതങ്ങൾ കണ്ടിട്ട് മനസ്സ് കഠിനമാക്കിയ ഫറവയെ പോലെ. പിന്നെ എന്തിനാ ഇങ്ങനെ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? പെട്രീഷ്യസ് എത്ര മാറിയെന്നറിയാമോ? കോപത്താൽ ജ്വലിച്ച് നിന്റെ അപ്പൻ വന്നപ്പോഴൊക്കെ ഞാൻ അധികം സംസാരിച്ചിട്ടില്ല, ശബ്ദമുയർത്തി പ്രസംഗിച്ചിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നിരന്തരം പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അമ്മയുടെ പ്രതികരണം എനിക്കിഷ്ടായി. കോപത്തിന് ശാന്തതയാണ് ഔഷധം, ആക്രോശങ്ങൾക്ക് നിശബ്ദതയും. അലിപ്പിയൂസിന്റെ അമ്മ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ തല്ലിൽ നിന്നും ഒത്തിരി തവണ അമ്മയവളെ രക്ഷിച്ചിട്ടുണ്ടെന്ന്. മോനെ, ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്വരം കേട്ടു. മോനിക്ക, നീ സന്തോഷവതിയാകും, നിന്റെ മകൻ നിന്റെ കൂടെ ചേരുമെന്ന്. നോക്ക്, നമ്മൾ ഒരുമിച്ച് താമസിച്ചാൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അമ്മ ഞങ്ങളുടെ കൂടെ ചേർന്നോ സന്തോഷമാകും അമ്മയ്ക്കും എനിക്കും ഗലീദയ്ക്കും. മോന് തെറ്റിപ്പോയി. ഞാൻ നിന്റെ കൂടെ ചേരുമെന്നല്ല, നീ എന്റെ കൂടെ ചേരുമെന്നാണ് ആ സ്വരം പറഞ്ഞത്. ആ യുക്തി എനിക്കിഷ്ടമായി. എനിക്ക് ബോധ്യം വരട്ടെ. അപ്പോൾ വിവാഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും നമുക്ക് തീരുമാനിക്കാം. ഇത് അംബ്രോസ് പിതാവ് വരുന്നു. പിതാവേ, സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. മോനിക്ക, ഏതാണ്ട് 25 വർഷങ്ങളായി നമ്മൾ കണ്ടിട്ട്. അഗസ്തിനോസിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് നിന്നെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ഇത്ര പ്രഗത്ഭനായ ഒരു മകനാണ് നിനക്കുണ്ടായതെന്ന് എനിക്കറിയില്ലായിരുന്നു. നോക്കൂ, എല്ലാം ദൈവകൃപ. ആട്ടെ, പെട്രീഷ്യസിന് സുഖമാണോ? സുഖമായിരിക്കുന്നു പിതാവേ. ജോലി ഇപ്പോഴും? പഴയതു തന്നെ. ഇപ്പോൾ റോമൻ അധികാരിയുടെ പ്രധാന ഉപദേഷ്ടാവായി. നിങ്ങൾ സംസാരിച്ചിരിക്കോ? ഞാൻ അകത്തേക്ക് പോയി ഖലീദയോടൊപ്പം ഭക്ഷണ കാര്യങ്ങളൊന്ന് നോക്കട്ടെ. പെട്രീഷ്യസിനെ വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ സങ്കടങ്ങളുടെ കൂടാരത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് അറിഞ്ഞില്ല. എന്നോട് പെട്രീഷ്യസിന് സ്നേഹക്കുറവില്ലെങ്കിലും ദാമ്പത്യ വിശ്വസ്തത ഒട്ടും ഉണ്ടായിട്ടില്ല. അതേ മദ്യപാനാസക്തിയും അസന്മാർഗികതയും അഗസ്തിനോസിനുമുണ്ട്. വിവാഹം കഴിക്കാതെയാണ് ഒരു പെൺകുട്ടിയുടെ കൂടെ അവൻ ഇവിടെ താമസിക്കുന്നത്. അവനെ ഓർത്താണ് ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നത്. എല്ലാവരും നന്നായിരിക്കാൻ, വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും വളരെ കരഞ്ഞു പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. തലയിണകൾ നനഞ്ഞു കുതിരാത്ത ദിവസങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. മകളെ, അഗസ്തിനോസിന്റെ കൂടെ ചിലവഴിച്ച 2 ആഴ്ച കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു വിശേഷ ബുദ്ധി ദൈവം അവന് നൽകിയിട്ടുണ്ട്. പ്രവാചകനായ ഹോസിയാക്ക് യഹോവ തിരഞ്ഞെടുത്തത് വേശ്യയായ ഭാര്യയാണ്. ഇസ്രായേലിനെ നയിക്കാൻ അതുപോലെ നിസാരനായ ദാവീദിനെയും. ദൈവത്തിന്റെ വഴികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്.
മരുഭൂമിയിൽ മന്ന പൊഴിച്ചവന്, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവന് അഗസ്തിനോസിനെ മാറ്റാൻ അധിക സമയം വേണ്ട. എപ്പോൾ നാൾക്കുനാൾ ഏകസത്യ ദൈവവിശ്വാസത്തെ കൂടുതൽ കൂടുതൽ എതിർക്കുന്നതല്ലാതെ മാനസാന്തരത്തിന്റെ ഒരു ചാഴ്വ് പോലും ഞാൻ അവനിൽ കാണുന്നില്ല. ജനിച്ച അന്നു മുതൽ ഞാൻ അവന്റെ കാതുകളിൽ മന്ത്രിച്ചത് ഈശോ ഈശോ എന്ന 2 അക്ഷരങ്ങളായിരുന്നു. ഞാൻ അവന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം അരച്ചു ചേർത്തിരുന്നു. പക്ഷെ തകസ്തയിലും മഡോറയിലും കാർത്തേജിലുമുള്ള അവന്റെ അധ്യാപകരും സുഹൃത്തുക്കളും അവനിൽ ഞാൻ നിറച്ച മൂല്യങ്ങളും വിജ്ഞാനവും പറിച്ചെറിഞ്ഞ് അഹങ്കാരവും യുക്തിവാദവും നട്ടുവളർത്തി, പിതാവേ പിതാവേ, എന്റെ ഈ മകൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നശിച്ചാൽ. നീ കരഞ്ഞു പ്രാർത്ഥിച്ചോളൂ. കണ്ണീരിൽ നനഞ്ഞ പ്രാർത്ഥനയെ ദൈവത്തിന് അവഗണിക്കാനാകില്ല. സ്നേഹത്തിൽ നിന്നുതിരുന്ന കണ്ണീരിന്റെ നനവിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ പൊട്ടിമുളച്ച് വിശുദ്ധിയുടെ മലരുകൾ വിളയും. അവനെ എന്നേക്കുമായി നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ സ്നേഹത്തിലേക്ക് അവൻ ഓടിയണയും. ധൂർത്തപുത്രൻ തിരിച്ചെത്തിയതുപോലെ നിന്റെ ഓരോ കണ്ണുനീർത്തുള്ളിയും അവനെ വിശുദ്ധീകരിക്കാനുള്ള ജീവന്റെ ജലധാരയാകും. ചേറിൽ കുളിച്ച് തിമിർത്ത് ആർത്തുല്ലസിച്ചോടി വരുന്ന ബാലനെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ ഉടുപ്പിച്ച് ഓമന കവിളുകളിൽ മുത്തമിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ ഉയരുന്ന ആനന്ദത്തിന്റെ ആന്തോളനങ്ങൾ നിന്റെ മനസ്സിൽ അപ്പോൾ ഉയരും. ദൈവസന്നിധിയിലേക്ക് നീ ഉയർത്തുന്ന ഓരോ പ്രാർത്ഥനയും വിശുദ്ധിയിലേക്കുള്ള അവന്റെ പ്രയാണത്തിന്റെ ചവിട്ടുപടികളാകും. വെള്ളത്തിന്റെ അനർഗള പ്രവാഹം കരിമ്പാറകളിൽ ചാലുകൾ കീറുന്നത് പോലെ നിന്റെ കണ്ണുനീർമുത്തുകൾ അഗസ്തിനോസിന്റെ കൽക്കരി പോലുള്ള മനസ്സിനെ കഴുകി വൈഡൂര്യമാക്കി തീർക്കും. പ്രാർത്ഥനാവേളയിൽ നീ ഒഴുക്കുന്ന ഓരോ വിലാപവും സ്വർഗത്തിൽ ദൈവദൂതർ മുഴക്കുന്ന കാഹളധ്വനികളാകും. മകളെ, നിന്റെ കണ്ണുനീർ അണവൊട്ടി ഒഴുകട്ടെ. അതിനേക്കാൾ 1000 ഇരട്ടി ദൈവവരപ്രസാദത്തിന്റെ അനുഗ്രഹ പൂമഴയുണ്ടാകും. നിന്റെ ഉദരഫലം അനുഗ്രഹീതമായി തീരും. ഹരഹരക്ക തുമ്പാറ, തുമ്പാറക്ക ബ്രഡ്ബാറ, ഹ്രീം ബ്രീം ബരഹരഹ. ഏതാടാ നീ കൊച്ചനെ? ഞാൻ അതേ ദാത്തുസ്. ഹ്രീം ബ്രീം ബരഹരഹ. നീ എന്നെ കണ്ട് പേടിച്ചില്ലേ? ഞാനാണ് ഗബാറിയൂസ്, തഗ്ഗാസ്തയിലെ ബർബർ മതത്തിന്റെ പുരോഹിതൻ. ചുട്ടകോഴിയെ പറപ്പിക്കുന്നവൻ, പറപ്പിച്ച കോഴിയുടെ മുട്ടയെടുത്ത് പൊരിച്ചടിക്കുന്നവൻ. നിന്നെ ഞാനൊരു കോഴിയാക്കും. എന്നയോ? പേടിപ്പിക്കല അപ്പൂപ്പ. ആൾക്കാരെ തവളാക്കുന്ന പണി എനിക്കും അറിയാം. എടാ കാന്താരി, നീ ആള് കൊള്ളാമല്ലോ. നിന്നെ ഇവിടെ മുൻപ് കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ അഗസ്തിനോസിന്റെ മകനാ. അതയോ ദാത്തൂസ്? ധും തടപട ഹിം തരികിട. എടാ കൊച്ചനെ, നിന്റെ പേര് കൊള്ളാമല്ലോ. അതയോ ദാത്തൂസ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സമ്മാനം. എടാ, നിന്നെ കണ്ടിട്ട് ശൈത്താന്റെ സമ്മാനമാണല്ലോ. ഞാൻ റോമിൽ നിന്ന് വന്നതാ. ധും തടപട ഹിം തരികിട. അടി സൂപ്പർ. റോമിൽ നിന്നെത്തിയ പുത്ര, ഞങ്ങളൊക്കെ അമ്മച്ചിമാരുടെ വയറ്റിന്നാ വരുന്നേ. എടാ, നിനക്ക് മന്ത്രവാദം പഠിക്കണോ? മനുഷ്യനെ വടിയാക്കാം. ഹിം ഹിം. വടിയെ പാമ്പാക്കാം. ഹിം ഹിം. പാമ്പിനെ കീരിയാക്കാം. ഹ്രിം ഹ്രിം. കീരിയെ ഈ കോഴിയാക്കാം.
മന്ത്രം തന്ത്രം മായാജാലം സൂത്രം രുദ്രം കൂടാത്രം ഞാൻ പഠിപ്പിക്കാം. ഈ ആൾക്കാരെ പീഡിപ്പിച്ച് പറ്റിച്ച് ജീവിക്കുന്ന പരിപാടി എനിക്ക് പറ്റൂല. നന്നായി. ഈ പഹയനെ പഠിപ്പിച്ച പിന്നെ എനിക്ക് പണിയുണ്ടാവില്ല. അതൊരു പണിയാകും. ഹ്രീം ബ്രീം ഹരഹര. എടാ മോനെ, പട്രീഷ്യസ് അപ്പാപ്പനുണ്ടോ? പട്രീഷ്യസ് അപ്പാപ്പൻ പണ്ടേ ഉണ്ട് കഴിഞ്ഞു. അതല്ലടാ, ഉണ്ടോ? അത് തന്നെ ഉണ്ടു. അതല്ല ചെറുക്ക, നിന്റെ അപ്പാപ്പൻ ഇവിടെ ഉണ്ടോന്ന്? എന്റെ അപ്പാപ്പൻ പതിവ് പോലെ ഇവിടെ തന്നെ ഉണ്ടു. ഹ്രീം ഹ്രീം ഹരഹര. എടാ ഗജ പോക്കിരി, ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ പട്ടി ഒഴിച്ച് എല്ലാവരും ഉണ്ടു. ഹോ, എന്താ നിങ്ങളൊക്കെ പട്ടി ഒഴിച്ചാണോ ഉണ്ണുന്നേ? അടി സൂപ്പർ. ഞാനൊക്കെ കോഴിക്കറി ഒഴിച്ചാ ഉണ്ണുന്നേ. അപ്പാപ്പനുണ്ടില്ലേ? ഹ്രീം ബ്രീം ഹരഹര. ഞാൻ ഉണ്ടില്ലേ? എടാ, ഉണ്ടാൽ ഉണ്ട പോലെയാകണം, ഉണ്ട പോലെ ആകരുത്. ഉണ്ടില്ലെങ്കിൽ വിശക്കും. വിശപ്പ് അതാണ് ഈ ലോകത്തിന്റെ നീറുന്ന പ്രശ്നം. ഉദരനിമിത്തം പല പല വേഷം. ഉദരമില്ലെങ്കിൽ വിശപ്പില്ല, വിശപ്പില്ലെങ്കിൽ ലോകമില്ല, ഞാനുമില്ല, നീയുമില്ല. കേട്ടോ വലിയ സത്യമേറ്റു പറയുന്നത്. മണിയടിയും ചിരിയും കേട്ടപ്പോഴേ മനസ്സിലായി അങ്ങ് വന്നെന്ന്. ആദരണീയനായ അങ്ങയ്ക്ക് ഈ ഭവനത്തിലേക്ക് സ്വാഗതം. നന്ദി നന്ദി നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. നിന്റെ ഈ ചെറുമകൻ ആള് കൊള്ളാമല്ലോ. വീരശിരോമണി കോമളഗാത്ര പുങ്കൻ. അതെന്താ? വീരശിരോമണി കോമളഗാത്ര പുങ്കൻ. മോനെ, നീ ബുദ്ധിമാനാണെന്ന് അനുഗ്രഹം വാങ്ങിക്കൊള്ളു. ഹരഹരക്ക തുമ്പാറ തുമ്പാരക്ക ബഗ്ബാറ. ഹ്രീം ബ്രീം ഹരഹര. മംഗളം മംഗളം ഹരഹര മംഗളം. അല്പം വീഞ്ഞു നുകരാൻ അങ്ങേക്ക് വിഷമമൊന്നുമില്ലല്ലോ? ധും തടപെട്ട കിം തരികിട്ട. അടി സൂപ്പർ. നല്ല വീഞ്ഞു കഴിച്ച കാലം മറന്നു. അല്ലേടെന്റെ കോഴിയെ, പൊരിച്ച കോഴിയും പുളിച്ച കള്ളും, അതാണ് എന്റെ അപ്പ ഒരു ചേർച്ച. അപ്പാപ്പ എന്തിനാ ഈ വീഞ്ഞു കുടിക്കുന്നേ? ധും തടപെട്ട കിം തരികിട്ട. അടി സൂപ്പർ. എന്റെ കോഴിയെ, നീ ആ ചോദ്യം കേട്ടില്ലേ? ഇവന്റെ നാക്ക് ചെത്തി നമുക്ക് കുറുക്കനെ കൊടുക്കണം. ഇവന്റെ അപ്പന്റെ തനി പകർപ്പ. അവൻ ഉത്തരം കൊടുക്കണമെങ്കിൽ 1000 നാവും അപാര ബുദ്ധിയും വേണം. അപ്പൊ നമ്മള് രണ്ടുപേരും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നെത്രോസിന്റെ വീഞ്ഞുശാലയിലേക്ക് പോകുന്നതാ നല്ലത്. കുടി തുടങ്ങിയ എനിക്കൊരു കൂട്ടം തട്ടണം. വാ പട്രീഷ്യസേ, നമുക്കൊന്നു കൂടാം. പോകാടാ കൂട്ടാ, നിനക്കും തരാം ഒരു തുള്ളി. മോനെ, ഞാൻ കണ്ടു കള്ളത്തരം. എന്തിനാ മറച്ചു വെക്കണേ? അമ്മാമ്മയ്ക്ക് വിഷമമായാലോന്ന് വിചാരിച്ച. വീഞ്ഞു കുടിക്കുന്നത് അത്ര നന്നല്ല കേട്ടോ. അതിന് അമ്മമ്മ വീഞ്ഞു കുടിച്ചിട്ടുണ്ടോ? നീ വീഞ്ഞ് കട്ടു കുടിക്കുന്നത് കണ്ടപ്പോ അമ്മമ്മയ്ക്ക് അമ്മമ്മയുടെ ചെറുപ്പകാലമാ ഓർമ്മ വരുന്നത്.
നിന്റെ പ്രായത്തിൽ ആരെങ്കിലും വീട്ടിൽ വന്നാൽ നിലവറയിൽ നിന്ന് വീഞ്ഞു കൊണ്ടുവരാൻ അമ്മുമ്മ പോകുമായിരുന്നു. ഓരോ തുള്ളി തൊട്ടു നോക്കി, ഓരോ കവിൾ രുചിച്ചു നോക്കി. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വീഞ്ഞ് ആരും കാണാതെ കുടിക്കുന്നത് എന്റെ വീട്ടിലെ വേലക്കാരി കണ്ടു. അന്നു മുതൽ ഈ കാര്യം എന്റെ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവളുടെ ജോലികളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. വേലക്കാരയാള് കൊള്ളാമല്ലോ. അമ്മുമ്മയാണ് തെറ്റ് ചെയ്ത്, ഞാൻ അതിൽ പിന്നെ ആ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അപ്പച്ചനും പട്രീഷ്യസ് പാപ്പനും കുടിക്കുന്നുണ്ടല്ലോ. മമ്മദിന മുത്തശ്ശി വീഞ്ഞ് കട്ട് കുടിക്കുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. മോനെ, എല്ലാവരിലും നല്ലതും ചീത്തയുമായ സ്വഭാവങ്ങളുണ്ടാകും. നല്ലത് മാത്രമേ നമ്മൾ അനുകരിക്കാവൂ. കോഴിക്കറി വെക്കുമ്പോൾ ചീത്ത സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല ഭാഗങ്ങൾ മാത്രമല്ലേ നമ്മൾ കറി വെക്കാറുള്ളൂ. അതിലേറ്റവും നല്ല കഷ്ണങ്ങളല്ലേ മോന് തരാറുള്ളൂ. മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തുക, അത് നമ്മൾ സ്വീകരിക്കുക. എങ്കിൽ നമ്മൾ വളരും. കുഞ്ഞുമക്കൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, പറയണം, ചെയ്യണം. അതാണ് ഈശോയ്ക്കും ഇഷ്ടം. അപ്പ അമ്മാമേ, റോമിലും ഗ്രീസിലും ഒക്കെ ആളുകൾ എന്നും വീഞ്ഞു കുടിക്കുന്നതോ? ഓ, അതോ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് ആവശ്യമാ. ഇവിടെ തകാസ്തിൽ അത് വേണ്ട. അയ്യോ, അപ്പൊ ഞാൻ ആരും കാണാതെ വീഞ്ഞു കുടിച്ചത് ഈശോയ്ക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവോ? കുറച്ച്. വാ, നമുക്ക് ഈശോയോട് ക്ഷമ ചോദിക്കാം. എന്റെ ഈശോയെ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലാട്ടോ. അവളെവിടെ? അവളെ ഇന്ന് ഞാൻ കൊല്ലും. അവളെ ഞാൻ ഇന്ന് കൊല്ലും. അവളെവിടെ? അവളെ ഇന്ന് ഞാൻ കൊല്ലും. ആ ചെറുക്കന് ഓതിക്കൊടുത്ത് അവനെയും നശിപ്പിക്കും. ഇത്ര വലിയൊരു കള്ളിയെയാണല്ലോ എനിക്ക് എന്റെ മോൻ കൊണ്ടുവന്ന് തന്നത്. എടി മോനിക്ക, എന്തിനാടി നീ എന്റെ സ്വർണത്തളകൾ കട്ടെടുത്ത് വിറ്റത്? അയ്യോ അമ്മേ, ഞാനത് ഇതുവരെ തൊട്ടിട്ടില്ല. ഓ, തൊട്ടിട്ടില്ല. എന്റെ മോനെയും വശീകരിച്ചെടുത്ത് എന്റെ വീടും കൊള്ളയടിക്കുകയാ. മുത്തശ്ശി, അമ്മമ്മയൊന്നും അങ്ങനെ ചെയ്യില്ല. എന്റെ ഈശോയെ, ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യമാണല്ലോ ഇത്. ഓ, ഈശോ, ഈശോ, നീയും നിന്റെ ഒരു ഈശോയും. ഈ മുത്തശ്ശിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്താ ഇവിടെ ഒരു ബഹളം? ഏത് സമയവും എല്ലാത്തിനെയും കത്തിക്കും ഞാൻ. നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്കേ. റോമിൽ നിന്നും എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായി കൊണ്ടുവന്ന സ്വർണ്ണ കാൽത്തളകളാണവ. അത് പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഈ മോനിക്കയാണ് അവ എടുത്തു വിറ്റത്. ഈ മുത്തശ്ശി നുണ പറയുക. അമ്മമ്മ പാവുക, അങ്ങനെ ഒന്നും ചെയ്യില്ല. ഈ വീട്ടിൽ ഇവളല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. അവളുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ അവൾ എന്തും ചെയ്യും. അല്ല, മോനിക്ക് അതെടുക്കുന്നത് അമ്മ കണ്ടോ? നീ എന്നെ വിസ്തരിക്കാൻ വരികയാണോ? നിന്റെ വിശ്വസ്ത വേലക്കാരി താസ, അവളോട് ചോദിക്കേ. അവളാ പറഞ്ഞത് എന്റെ പെട്ടിയിൽ നിന്നും മോനിക്ക് അതെടുക്കുന്നത് അവൾ കണ്ടെന്ന്. അയ്യോ മുത്തശ്ശി, അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചത്. 3 ദിവസം മുമ്പ് എന്തോ ഒന്ന് മുത്തശ്ശിയുടെ മുറിയിൽ നിന്നെടുത്ത് ഒരു തുണിയിൽ പതുങ്ങി ദാസ അവളുടെ മുറിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. എനിക്കുറപ്പാ അത് മുത്തശ്ശിയുടെ കാൽത്തളകളാണെന്ന്. ഇപ്പോഴെന്തായി? ഞാൻ അമ്മയോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് മോനിക്കായെ അനാവശ്യമായി വേദനിപ്പിക്കരുതെന്ന്. അതേ തത്തുസേ, അമ്മമ്മ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടായിരിക്കും മോൻ ആ സംഭവം കാണാനിടയായത്. ശരിയാ, അമ്മാമ്മയുടെ ദൈവം എപ്പോഴും നല്ലവരുടെ സഹായത്തിനെത്തും. എന്റെ ദൈവമേ, അങ്ങേക്കു നന്ദി. ഓ, അവളിപ്പോ വിശുദ്ധയായല്ലോ. എനിക്കുറപ്പാ മോനിക്ക അറിയാതെ ആ കാൽത്തളകൾ ഈ വീട് വിട്ട് പുറത്തു പോകില്ലെന്ന്. താസ എന്നോട് പറഞ്ഞല്ലോ, ആ കാൽത്തളകൾ വിറ്റുകിട്ടിയ പണം കൊണ്ടാണ് ആ സ്വർണം എഴുതിരിക്കാലുകൾ മോനിക്ക വാങ്ങിയതെന്ന്. അങ്ങനെയുമുണ്ട് ഒരു കാര്യം. മോനിക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനാണ് ആ മെഴുതിരിക്കാലുകൾ അവൾക്ക് വാങ്ങിക്കൊടുത്തത്. ആ താസ അമ്മയെ സമർത്ഥമായി പറ്റിച്ചു.
ഇനിയെങ്കിലും ഞാൻ പിടിച്ച തവളയ്ക്ക് തത്തമ്മയുടെ മൂക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞ് വിഡ്ഢിവേഷം കിട്ടിയിരിക്കാതെ ഈ മോനിക്കായെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ നോക്കമ്മേ. വേറൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നൊഴിച്ച് അവളിൽ വേറെ എന്തെങ്കിലും തെറ്റ് അമ്മയ്ക്ക് കാണിക്കാനുണ്ടോ? ശരി, സമ്മതിച്ചു. ഇതെനിക്ക് പറ്റിയ അബദ്ധമാ. പക്ഷേ ആ താസയുണ്ടല്ലോ, അവളെ ഞാൻ ഇന്ന് കൊല്ലും. ഒന്നും വേണ്ടമ്മേ, താസയോട് ക്ഷമിക്കൂ. അവൾ കാര്യത്തിന്റെ ഗൗരവം അറിയാതെ പറഞ്ഞതായിരിക്കാം. ഇത് ക്ഷമയറിയിക്കുന്ന കാര്യമല്ല. വേലക്കാരികളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അവർ വീട്ടിനുള്ളിൽ കലഹത്തിന് വിത്തുപാകും. അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം. അതുപോരാ, ഇതവൾ എനിക്ക് വെച്ച കെണിയ, ഞാൻ തീർത്തോളാം. അയ്യോ 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 അമ്മേ, അമ്മേ, അയ്യോ! അമ്മേ. അതെ താത്തൂസേ, കൊച്ചുമോനെ, നിനക്ക് പട്രീഷ്യസ് അപ്പാപ്പൻ ഒരു സമ്മാനം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. ദേ നോക്കിയേ. നിന്റെ അപ്പനെ പോലെ തന്നെ പ്രശസ്തനാകണം നീ. ആ ഗബാറിയൂസ് വീഞ്ഞശാലയിലിരുന്ന് കുടിച്ചു മറിയുന്നുണ്ടാകും. ഞാൻ ഇടയ്ക്കൊന്ന് മുങ്ങിയതാ, ഒന്ന് പോയിട്ട് വരാം. ആ, കൊള്ളാമല്ലോ. സീസറിന്റെ മുദ്രയുള്ള മാലയാണല്ലോ. ആര് തന്നതാ? അപ്പാപ്പൻ തന്നതാ. അപ്പച്ച, ഏത് ദൈവത്തിനാ കൂടുതൽ ശക്തി? മോനിക്ക അമ്മയുടെ ദൈവത്തിനാണോ അതോ മുത്തശ്ശിയുടെ ദൈവത്തിനാണോ? ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതല്ല, മറിച്ച് എങ്ങനെ മനോഹരമായി മനുഷ്യജീവിതം നയിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിന്റെ നന്മയും വിശ്വാസത്തിന്റെ ആഴവും ദൈവത്തിന്റെ കൃപാവരത്തിന്റെ പ്രവാഹവും ഒന്നോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. മോനിക്ക അമ്മയിൽ ഒത്തിരി നന്മകളുണ്ട്. ഈശോയിൽ വിശ്വാസവും ഉണ്ട്. ഈശോ ഒത്തിരി അനുഗ്രഹങ്ങളും ഏകുന്നു. ഇതൊന്നും മുത്തശ്ശിയുടെ ജീവിതത്തിലില്ല. അപ്പോൾ അപ്പച്ച, മോനിക്ക അമ്മയുടെ ദൈവമല്ലേ ശരിക്കുള്ള ദൈവം? പൊന്നു മോനെ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. റോമിലെ വിഖ്യാത താർക്കികനെ നീ വാക്ക് മുട്ടിച്ചല്ലോ. ആ, ഞങ്ങൾ പിള്ളേരോട് കളിക്കരുത്. ഞങ്ങൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാ. ഓ, അങ്ങനെ ഞെളിയാതെ. അപ്പച്ച, അപ്പച്ചനും അമ്മച്ചിയും ഞാനും ഈശോയിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായ എന്ത് നല്ലതായിരിക്കും. നമ്മൾക്കത് ആലോചിക്കാം. ബുദ്ധിപരമായി ആലോചിച്ച് തീരുമാനിക്കാം. അപ്പച്ച, ഇതാ ആരോ വരുന്നു. പിതാവേ സ്തുതിയായിരിക്കട്ടെ. എന്താ അപ്പനും മകനും വാദപ്രതിവാദത്തിലാണോ? ഇവൻ എന്നെ ഇപ്പോഴേ തോൽപ്പിച്ചു തുടങ്ങി. ദൈവത്തിന്റെ ശക്തിയായിരുന്നു വിഷയം. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്നിലൂടെ ഈ ലോകം അനുഗ്രഹീതമാകട്ടെ. നിന്റെ അമ്മൂമ്മയോട് പറയൂ, ഞാൻ വന്നിട്ടുണ്ടെന്ന്. അഗസ്തിനോസ്, നിന്നെ ഞാനൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നിന്റെ അമ്മയുടെ കണ്ണുനീർ ദൈവസന്നിധിയിൽ ധാരയായി പ്രവഹിക്കുന്നു. അതൊന്ന് ശമിപ്പിക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മയ്ക്ക് കരയേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ. സ്നേഹത്തിനോ സമ്പത്തിനോ സുരക്ഷിതത്വത്തിനോ യാതൊരു കുറവുമില്ല ഇവിടെ. നിന്റെ അമ്മ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവളല്ല. സ്നേഹം അളവില്ലാതെ പകരുന്നവളാണ്. സമ്പത്തിന് വേണ്ടി യാചിക്കുന്നവളല്ല. അമർത്തി കുലുക്കി ദാനം ചെയ്യുന്നവളാണ്. സുരക്ഷിതത്വത്തിനായി അലയുന്നവളല്ല. അശരണരുടെ കാരുണ്യ സങ്കേതമാണ് നിന്റെ അമ്മ. പിന്നെ എന്തിനാ അമ്മ വേദനിക്കുന്നെന്ന് പറയുന്നത്? ഏതൊരു മകനെയും പോലെ നീയും നിന്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടിട്ടില്ല. രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ അമ്മ കരയുന്നത് നീ കേൾക്കുന്നില്ല. എനിക്കത് കേൾക്കാനാകും. അവളുടെ ഹൃദയം തകർന്നുള്ള നെടുവീർപ്പുകൾ നീ കേട്ടിട്ടില്ല. ഞാനത് കേട്ടിട്ടുണ്ട് ഒരു അനേകായിരം പ്രാവശ്യം. ഈ പഴംപുരാണം കേൾക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അമ്മയ്ക്ക് എന്താ എത്ര വേദന? നീയാണ് കാരണം. വിവാഹത്തിന് മുൻപുള്ള നിന്റെ അസാൻമാർഗിക ജീവിതം നിന്റെ അമ്മയുടെ മനസ്സ് തകർത്തിരുന്നു. എന്ത് അസാൻമാർഗിക ജീവിതം? തകാസ്തയിലും
കാർത്തേജിലുമുള്ള ഏതൊരു യുവാവും ജീവിക്കുന്ന രീതിയിലേ ഞാനും ജീവിച്ചിട്ടുള്ളൂ. ആര് കൂടുതൽ സ്നേഹിക്കുന്നുവോ അവർ കൂടുതൽ പ്രതീക്ഷിക്കും. നീ ജനിച്ചത് അമ്മയുടെ ശരീരത്തിലല്ലായിരുന്നു, അമ്മയുടെ പ്രാർത്ഥനയിലായിരുന്നു. നിന്നെ അമ്മ ഗർഭം ധരിച്ചത് ഉദരത്തിലാണെങ്കിലും വഹിച്ചത് ഹൃദയത്തിലായിരുന്നു. നിന്റെ അമ്മയിലെ ഓരോ കോശവും ത്രസിച്ചത് നിന്നിൽ സത്യവിശ്വാസം ഉടലെടുക്കാനായിരുന്നു. നിന്റെ അമ്മയുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളും നീ നന്മയുടെ പാതയിലായിരിക്കണമേ എന്നുള്ള യാചനയോടുകൂടിയായിരുന്നു. എന്റെ ജീവിതവും മതവിശ്വാസവും കാഴ്ചപ്പാടുകളും ഞാൻ തന്നെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത്? അതിന് മാതാപിതാക്കൾ അനുവദിക്കുക എന്നതല്ലേ ശരിയായ വഴി? ഒരു കുഞ്ഞും പറഞ്ഞിട്ടല്ല അമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. കുഞ്ഞു കെഞ്ചിയിട്ടല്ല അമ്മ മുലയൂട്ടുന്നത്. കുഞ്ഞ് കൽപ്പിച്ചിട്ടല്ല കുളിപ്പിക്കുന്നതും ഈറൻ മാറ്റുന്നതും. കുഞ്ഞിന്റെ സമ്മതം നോക്കിയിട്ടല്ല ഉടുപ്പ് വാങ്ങുന്നതും വിദ്യാഭ്യാസം നൽകുന്നതും. ഇത്രയൊക്കെ ചെയ്യുന്നൊരമ്മയ്ക്ക് തന്റെ മകന്റെ ഈശ്വരവിശ്വാസത്തിന്മേൽ ഒരാഗ്രഹം നട്ടു വളർത്താൻ യാതൊരു അവകാശവുമില്ലേ? നിനക്കറിയോ, നീ ജനിക്കുവാൻ വൈകി. ഒന്നല്ലെങ്കിൽ നിന്റെ അമ്മ മരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു മരിക്കുമെന്ന അവസ്ഥയിൽ സ്വയം മരിച്ചാലും വയറ് കീറി നിന്നെ എടുത്ത് നിനക്ക് ജീവിതം നൽകാൻ അപേക്ഷിച്ചവളാണ് നിന്റെ അമ്മ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അതൊന്നും വേണ്ടി വന്നില്ല. പ്രസവം വൈകിയതിനാൽ ഞാൻ അല്പം വേദന കൂടുതൽ സഹിച്ചുവെങ്കിലും നീ സുഖമായി തന്നെ ജനിച്ചു. എനിക്ക് നിന്നെക്കുറിച്ച് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യദൈവത്തിൽ വിശ്വസിച്ച് സ്വർഗത്തിന്റെ അവകാശിയായി നീ മാറണമെന്ന്. കാർത്തേജിൽ വെച്ച് ഞാനും എന്റെ അടുത്ത കൂട്ടുകാരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാനിക്കേയൻ സമൂഹവുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നു. അവരുടെ ഉപദേശങ്ങൾ ശ്രവിക്കുമായിരുന്നു. മകനെ, അത് അപകടമാണ്. പേർഷ്യയിലും റോമിലും മാനിക്കേയൻ വിശ്വാസം ചക്രവർത്തിമാർ നിരോധിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാമല്ലോ. ഇക്കഴിഞ്ഞയാഴ്ച തിയോഡാഷ്യസ് ഒന്നാമൻ മാനിക്കേയൻ സന്യാസിമാർക്ക് മരണശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അവരുടെ ചില ചിന്താധാരകളും പഠനങ്ങളും എന്നെ വശീകരിച്ചിരുന്നു. ശ്രീബുദ്ധന്റെയും കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും സ്വരാഷ്ട്രീയ മതത്തിന്റെയും തത്വങ്ങളുടെ മിശ്രണം എന്നെ ആകർഷിച്ചു. പക്ഷെ മോനെ, അവരുടെ നേതാവ് മാണി എപ്പോഴും താൻ ശ്രീബുദ്ധന്റെയും കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും പുനർജന്മമാണെന്നല്ലേ പഠിപ്പിക്കുന്നത്? പേർഷ്യയിലും ചൈനയിലും അറേബ്യൻ രാജ്യങ്ങളിലും എളുപ്പം അനുയായികളെ ഉണ്ടാക്കാനായിരുന്നു അത്തരം പഠനങ്ങൾ. ആയിരിക്കാം. മോനെ, നിന്നെ മാനിക്കേൻ ബന്ധം എന്നെ വളരെ വേദനിപ്പിച്ചിരുന്നു. ദൈവത്തിനു മുൻപിൽ ഞാൻ ഒത്തിരി കരയുന്നുണ്ട്. എന്റെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ക്ഷണനേരം കൊണ്ട് മാറ്റാൻ എന്നെ നിർബന്ധിക്കരുത്. സമയത്തിന്റെ പൂർണ്ണതയിൽ ഏറെ പഠനത്തിനും വിശകലനത്തിനുമൊടുവിൽ ഞാനൊരു തീരുമാനമെടുക്കും. അമ്മയുടെ കണ്ണീരിന്റെ ഒടുക്കവും അംബ്രോസ് പിതാവിന്റെ പ്രത്യാശയുടെ തുടക്കവും എങ്ങനെയായിരിക്കണമെന്ന് കാലം തീരുമാനിക്കട്ടെ. മകനെ, നീ സജീവ ദൈവത്തിന്റെ മകനായി തീരുന്നാൾ വരെ എന്റെ കൈകൾ ആകാശത്തിലേക്ക് ഉയർന്നിരിക്കും. എന്റെ ഹൃദയം ദുഃഖിച്ച് തളരും. എന്റെ നിശ്വാസങ്ങൾ വേദന നിറഞ്ഞ വിലാപങ്ങളായിരിക്കും. നിന്റെ മനസ്സ് ദൈവാരൂപിയിൽ നിറയുന്നത് എന്റെ കണ്ണുകളിലെ നീർപ്രവാഹം നിലയ്ക്കുകയില്ല. ഈ അമ്മയുടെ കണ്ണുനീർ വിഫലമാകില്ല. ഈ ഭവനത്തിനു മുകളിൽ പരിശുദ്ധാരൂപി ഉയരത്തിൽ വട്ടമിട്ടു പറക്കുന്നുണ്ട്. നിന്നെ എനിക്ക് വേണം. നിന്റെ ചടുലവും അനർഗളവും ന്യൂനമറ്റതുമായ ബുദ്ധിയും ചിന്താശക്തിയും ക്രൈസ്തവ സഭയ്ക്ക് ആവശ്യമുണ്ട്. നിന്റെ ഭാഷാ നൈപുണ്യവും താർക്കിക ശൈലിയും രചനാ പ്രാവീണ്യവും സത്യവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന തത്വചിന്തകളായ ആര്യനിസം, ഡൊനാത്തിസം, മാനിക്കേയനിസം എന്നിവയോട് പൊരുതുവാനും വിജയം വരിക്കുവാനും ദൈവത്തിന് ആവശ്യമുണ്ട്.
അഗാധമായ അറിവുകൊണ്ട് കുതിച്ചു പായുന്ന കാട്ടുകുതിരയാണ് നീ. വിജ്ഞാനം കൊണ്ട് ദൈവം നിന്നെ മെരുക്കിയെടുക്കും. ദൈവപരിപാലനയുടെ ധന്യനിമിഷങ്ങളിൽ, കൃപയുടെ പ്രസാദപൂർണമായ മാസ്മരിക യാമത്തിൽ, നീ പോലും പ്രതീക്ഷിക്കാത്ത മാന്ത്രിക മുഹൂർത്തത്തിൽ പരിശുദ്ധാരൂപി നിന്നെ റാഞ്ചിയെടുത്ത് വിശുദ്ധീകരിക്കും. നീ കപട പ്രവാചകന്മാരുടെ മുന്നിൽ എനിക്കായി വാദിക്കും. സത്യദൈവ വിശ്വാസത്തെ കാർമേഘങ്ങൾ മറയ്ക്കാൻ ഉരുണ്ടുകൂടുമ്പോൾ പ്രകാശ സൂര്യനായി ഉദിക്കാൻ നിന്നെ എനിക്ക് വേണം. മരുഭൂമിയിൽ അലഞ്ഞ ഇസ്രായേൽ ജനതയെ യഹോവ നയിച്ചതുപോലെ വിശ്വാസം പതർന്ന എന്റെ ജനങ്ങൾക്ക് മേഘങ്ങളുടെ തണലായി, ചൂടും പ്രകാശവുമേകുന്ന അഗ്നിസ്തംഭമായി, സിയോൻ മലമുകളിൽ ഉയർന്ന യഹോവയുടെ സ്വരത്തിന്റെ പ്രതിധ്വനിയായി നീ ഉണ്ടാകണം. ഇതാ നിനക്കു ഞാൻ ദൈവത്തിന്റെ വചനങ്ങൾ തരുന്നു. വായിക്കുക, മനസ്സിലാക്കുക, വ്യാഖ്യാനിക്കുക. ദൈവത്തിന്റെ വചനം നിന്നെ തേടിയെത്തും. സ്വർഗത്തിൽ നിന്ന് തുറന്നുവിട്ട വേട്ടപ്പട്ടിയെപ്പോലെ അത് നിന്നെ വേട്ടയാടും. നീ മൂലം ലോകം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതത്തിൽ ഇനി മുതൽ സത്യവിശ്വാസത്തിന്റെ മഹത്വപൂർണമായ ഉദയമായിരിക്കും. നൂതന സൗന്ദര്യമേ, നിരുപമാനന്ദമേ, എത്ര വൈകി ഞാൻ എന്റെ ദൈവമേ നിന്റെ സ്നേഹമറിയുവാൻ, നിന്റെ സ്നേഹമറിയുവാൻ. നിത്യനൂതന സൗന്ദര്യമേ, നിരുപമാനന്ദമേ. ഞാനറിയാതെന്നുള്ളം തിരയും സ്നേഹസ്വരൂപൻ നീയാണല്ലോ. നിന്നിൽ വിലയം പ്രാപിക്കും വരെ ആത്മമസ്വസ്ഥം, ഹൃദയമശാന്തം. തീരം തേടും തിരയാമടിയൻ, തീരാദാഹവുമായി വരുന്നു, തീരാദാഹവുമായി വരുന്നു. നിത്യനൂതന സൗന്ദര്യമേ, നിരുപമാനന്ദമേ. ഞാനറിയാതെന്നുള്ളിൽ നിറയും പാപത്തിൻ ശക്തികൾ എന്നും വളരെ. ഞാനാശിക്കും നന്മകൾ ചെയ്യാൻ, മനസ്സിനു ദാഹം, ദേഹമശക്തം. മൃതസഞ്ജീവനിയായി നീ ഒഴുകൂ, മൃതവശനെന്നിൽ ജീവനുണർത്തും, മൃതവശനെന്നിൽ ജീവനുണർത്തും. നിത്യനൂതന സൗന്ദര്യമേ, നിരുപമാനന്ദമേ. അഗസ്തിനോ, എന്താ എന്നോടൊന്നും പറയാതെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ഇതാ കാപ്പി. കലിത, നിങ്ങളൊക്കെ പോകുന്നതിന്റെ വിഷമത്താൽ ശരിക്കും ഉറങ്ങാനായില്ല. അപ്പോൾ കുറച്ച് എഴുതി തീർക്കാമെന്ന് വിചാരിച്ച് നേരത്തെ എഴുന്നേറ്റു. നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടതൊക്കെ ശരിയായോ? അമ്മ പെട്ടികളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞാൻ കാപ്പി ഇടാൻ പോയി. ഞാനും അമ്മയോടൊപ്പം പോകാല്ലേ? ഇനി എന്നാ കാപ്പിയൊക്കെ തരാൻ പറ്റുക? ഇനി അതൊക്കെ പറഞ്ഞ് കരഞ്ഞ് എന്നെ കൂടെ വിഷമിപ്പിക്കില്ലേ.
3-4 ദിവസത്തെ കപ്പൽ യാത്ര ക്ലേശകരമാകും, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അതൊന്നും സാരില്ല, ഞാനില്ലേ അമ്മയുടെ കൂടെ. നാട്ടിൽ ചെല്ലുമ്പോൾ അദേദാത്തോസിന്റെ സരസ സംഭാഷണവും ചടുല യുക്തികളും കേട്ട് സമയം പോകുന്നതറിയില്ല. അദേദാത്തോസിന് തകസ്തയിൽ പഠിക്കണ്ട, ഇവിടെ മിലാനിൽ പഠിച്ചാ മതിയെന്നാ പറയാറുള്ളേ. അവൻ എന്നെക്കാളും ഇഷ്ടം നിങ്ങളെയാ. എനിക്കറിയാം, പക്ഷേ സ്കൂൾ പഠനം അവിടെയാ നല്ലത്. അവൻ നിന്നെപ്പോലെ തന്നെ എപ്പോഴും സന്തോഷപ്രകൃതി. നിനക്കറിയാലോ, നിങ്ങളുടെ കൂടെയുള്ള ഒരു ജീവിതമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെങ്കിലും പൗരോഹിത്യ ജീവിതത്തിലേക്ക് ദൈവം എന്നെ വിളിക്കുകയാണ്. ഞാൻ ഒത്തിരി അസ്വസ്ഥനാണ് ഖലീദ. അയ്യോ, സങ്കടപ്പെടാതെ. എനിക്ക് യാതൊരു പരിഭവവുമില്ല. അഗസ്തിനോ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുമെന്ന വേവലാതിയേ എനിക്കുള്ളൂ, ഞങ്ങൾ അമ്മയുടെ കൂടെ സുഖമായിരിക്കുമ്പോൾ. ദൈവത്തിന് നന്ദി പറയുന്നു, ഇത്രയധികം സ്നേഹിക്കുന്ന ഒരമ്മയെ തന്നതിന്. തകാസ്തയിലെ ഏറ്റവും മാതൃകയാർന്ന ക്രൈസ്തവ കുടുംബമാണ് നമ്മുടേത്. എനിക്ക് ഏറ്റവും അത്ഭുതമായത് മുത്തശ്ശിയുടെ മാനസാന്തരമാണ്. ആ താസായെ തല്ലാൻ ഓടി വീണത് മുതൽ അമ്മയായിരുന്നു മുത്തശ്ശിയെ പരിചരിച്ചത്. അമ്മയുടെ ക്ഷമാശീലവും കാരുണ്യവും കണ്ട് മുത്തശ്ശിയാണ് ഏറ്റവും ആദ്യം സത്യവിശ്വാസത്തിലേക്ക് വന്നത്. അതിന്റെ പിന്നാലെ നിങ്ങൾ എല്ലാവരും. പക്ഷെ മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള വർഷമാണ് അപ്പച്ചൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. എല്ലാം നമ്മുടെ അമ്മയുടെ പ്രാർത്ഥനയുടെയും പുണ്യ ജീവിതത്തിന്റെയും ഫലം. ഞങ്ങളെയൊക്കെ ക്രിസ്തുമാർഗം പഠിപ്പിച്ചതും വിശ്വാസ പരിശീലനം നൽകിയതും അമ്മ തന്നെയായിരുന്നു. നോക്കൂ, അമ്മ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അഗസ്തിനോസിനെ മാമോദിസയ്ക്ക് വേണ്ടിയാ. കഴിഞ്ഞ 28 വർഷം ഞാൻ എന്തിൽ നിന്ന് ഓടിയകന്നോ അത് എപ്പോഴും എന്നെ പിന്തുടർന്നു. കുഞ്ഞു പ്രായത്തിൽ അപ്പച്ചൻ അതിന് സമ്മതിച്ചില്ല. വലുതായപ്പോൾ അത് നിരർത്ഥകമാണെന്ന് എനിക്ക് തോന്നിയതിനാൽ ഞാനും അതിന് തയ്യാറായില്ല. നിങ്ങളെല്ലാവരും, അദേദാത്തോസും നീയും വീട്ടിലെ വേലക്കാര് പോലും അമ്മയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയപ്പോൾ ആരുടെ മാനസാന്തരം അമ്മ കൂടുതൽ ആഗ്രഹിച്ചോ ആ ഞാൻ ഒരു വികൃതി മാൻകുട്ടിയെ പോലെ ഒത്തിരി വർഷങ്ങൾ പിടികൊടുക്കാതെ ഓടി ഒളിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ ആ സ്വപ്നമാണ് ഇന്നലെ മിലാനിലെ സ്നാപക യോഹന്നാന്റെ പള്ളിയിൽ വെച്ച് നടന്നത്, സത്യസഭയിലേക്കുള്ള എന്റെ പ്രവേശനം. അമ്മയെ ഇത്ര സന്തോഷവതിയായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ മാമോദിസായിൽ ദൈവം ചൊരിഞ്ഞ വരപ്രസാദം മുഴുവൻ പ്രസന്നതയായി സൗന്ദര്യമായി അമ്മയുടെ മുഖത്താണ് നിറഞ്ഞത്. അംബ്രോസ് പിതാവ് നിങ്ങളുടെ ശിരസിൽ വെള്ളമൊഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ മുഖത്തുണ്ടായ ദൈവീക പ്രകാശം എനിക്ക് വർണ്ണിക്കാനാകുന്നില്ല. നിങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനമെടുത്തപ്പോൾ അംബ്രോസ് പിതാവിനും അമ്മയ്ക്കും നീണ്ട 16 വർഷങ്ങൾ വേണ്ടിവന്നു എന്റെ മനസ്സ് തുറക്കാൻ. പക്ഷേ അവർ എനിക്കായി തുറന്ന പ്രകാശപൂരിതമായ വഴി, അവരെന്നിൽ പടുത്തുയർത്തിയ അഗാധ താത്വിക ദർശനങ്ങൾ, അമ്മ എന്നിൽ ചൊരിഞ്ഞ സ്നേഹത്തിന്റെ നറുമലരുകൾ. ഒരു ദിവസം പൂന്തോട്ടത്തിലിരുന്ന് ഞാൻ തിരുവചനം വായിക്കുകയായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ അധ്യായം 13 വാക്യങ്ങൾ 12ഉം 14ഉം. അതനുസരിച്ച് അന്ധകാരത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ധരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇന്നലെ ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാളിൽ തന്നെ ഞാൻ മാമോദിസ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചത് അമ്മ തന്നെയായിരുന്നു. അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞു, അനിയത്തി പെർപ്പച്വ തകസ്തയിലെ സന്യാസിനി സമൂഹത്തിൽ ചേർന്നതും നബീജിയോസിന്റെ മകൻ വൈദികനാകാൻ ആഗ്രഹിച്ചു നടക്കുന്നതും അമ്മയ്ക്ക് സന്തോഷം നൽകിയെങ്കിലും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങയുടെ മാനസാന്തരമായിരുന്നു. അതിനുവേണ്ടിയാ പുറകെ എപ്പോഴും അലഞ്ഞുകൊണ്ടിരുന്നതെന്ന്. ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അമ്മയെ പറ്റിക്കുമായിരുന്നു. പാവം, എല്ലാം വിശ്വസിക്കുമായിരുന്നു. പിന്നെ കരയും. അപ്പച്ചന്റെ മരണശേഷം എനിക്ക് മനസ്സിലായി എന്റെ കൂടെ വരാൻ അമ്മ തയ്യാറെടുക്കുകയാണെന്ന്. അമ്മയെ വളരെ വിദഗ്ധമായി കബളിപ്പിച്ചാണ് നമ്മൾ ഇവിടെ മിലാനിലെത്തിയത്. അമ്മ എന്നോട് പറഞ്ഞിരുന്നു വളരെ ദുഃഖത്തോടെ, കൂട്ടുകാരനോട് യാത്ര പറയാനെന്ന വ്യാജേന പ്രാർത്ഥിക്കാനായി അമ്മയെ കാർത്തേജിലെ പള്ളിയിൽ വിട്ടതും കപ്പൽ വിടുന്ന സമയം അമ്മയെ തെറ്റായി ധരിപ്പിച്ചതും നമ്മൾ 3 പേരും റോമിലേക്ക് യാത്രയായതും. അമ്മ കൂടെ പോരുന്ന തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞ് എന്നെയും പറ്റിച്ചു. എന്നോട് ക്ഷമിക്കൂ ഖലീദ. നിന്നോട് സത്യം പറഞ്ഞാൽ അത് അമ്മ അറിയുമെന്ന് എനിക്കറിയാമായിരുന്നു. സത്യമായിട്ട് ഞാൻ പറയുമായിരുന്നു, എന്തിനാ അമ്മയെ ഒഴിവാക്കാൻ നോക്കിയത്? പക്ഷെ അമ്മ മധുരമായി പകരം വീട്ടിയില്ലേ. അതിനടുത്ത ആഴ്ചയിലെ കപ്പലിന് അമ്മ എത്തിയില്ലേ റോമിലൊറ്റയ്ക്ക്? അവിടെയും കാണാതെ തേടി അന്വേഷിച്ച് കണ്ടെത്തിയില്ലേ ഇവിടെ മിലാനിൽ? പാവം അമ്മ, നഷ്ടപ്പെട്ട മകനെ തേടി കടലും കാടും കുന്നും താണ്ടി എത്തിയ പാവം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു നീ എന്നെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അമ്മയെ ആർക്കാ സ്നേഹിക്കാതിരിക്കാനാകുക? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അമ്മയുടെ മകളായി ജനിക്കണമെന്ന പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോൾ എന്നെ വേണ്ടേ?
അഗസ്തിനോ എന്റെ അയൽ വീട്ടിൽ ജനിക്കണം. അപ്പോ അടുത്ത ജന്മത്തിലും രക്ഷയില്ല. ഞാനല്ലേ അഗസ്തിനോസിന്റെ ജീവിതത്തിൽ ഇത്തിൽ കണ്ണിയായി വന്നത്. അതിനാലല്ലേ എന്നെ ഒഴിവാക്കുന്നത്. കരയാതെ ഖലീദ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. നിങ്ങളുടെ സ്നേഹം നുകർന്നുള്ള ജീവിതം എനിക്ക് മതിയായിട്ടില്ല. എന്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നതിന് മുൻപേ നിങ്ങൾക്കറിയാമായിരുന്നു. ഈ സ്നേഹമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അതിന്റെ സൗരഭ്യമേ എന്നിൽ നിറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നുമില്ലാതെ ഞാൻ ഇനി... നമ്മൾ പരസ്പരമേകിയ സ്നേഹം ഉദാത്തമായിരുന്നു. എന്നേക്കാൾ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷേ സഭാസേവനത്തിനായി ദൈവം എന്നിലേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എല്ലാം ദൈവഹിതം. ഇതാ അംബ്രോസ് പിതാവ് വരുന്നു. ആ ഖലീദ കരയുകയായിരുന്നു. സാരമില്ല മോളെ, നിന്റെ ത്യാഗത്തിന്റെ ആഴം എനിക്കറിയാം. ദൈവം നിന്നെ എന്നും അനുഗ്രഹിക്കും. മോനിക്ക എവിടെ? അമ്മ അകത്ത് പോകാൻ ഒരുങ്ങിയ. എനിക്കും ഒരുങ്ങാനുണ്ട്. ഞാനും അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അഗസ്തിനോസ്, നിന്റെ മാനസാന്തരത്തിൽ 2 പേരാണ് ഏറ്റവും അധികം ആനന്ദിക്കുന്നത്. ദൈവവും നിന്റെ അമ്മയും. നിനക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് മോനിക്ക. എനിക്കറിയാം പിതാവേ. മിലാനിൽ വന്ന ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് മോനിക്ക. ഇവിടുത്തെ സ്ത്രീ വിശ്വാസികളുടെ നേതാവായിരുന്നു. ഒരിക്കൽ ആര്യനിസക്കാരുടെ വാക്കുകൾ കേട്ട് മിലാനിലെ പള്ളി കീഴടക്കി എന്നെ തടങ്കലിലാക്കാൻ ഭടന്മാരെ വാലന്റിയൻ ചക്രവർത്തി അയച്ചപ്പോൾ സ്ത്രീകളെ ഒക്കെ സംഘടിപ്പിച്ച് പള്ളിയെയും എന്നെയും സംരക്ഷിച്ച ധീര വനിതയാണ് നിന്റെ അമ്മ. അമ്മ ഇവിടം വിട്ടു പോകുന്നത് വ്യസനകരമാണ്. വലന്റീനിയൻ ചക്രവർത്തി ബാലനായതിനാൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അമ്മ ജസ്റ്റീന രാജ്ഞിയാണല്ലോ. ആര്യൂസ് പക്ഷക്കാർ രാജ്ഞിയെ സ്വാധീനിച്ചാണ് പള്ളി ആക്രമിപ്പിച്ചത് എന്നും അറിയാം. പക്ഷേ എന്റെ അമ്മയുടെ സാഹസ പ്രവൃത്തിയെപ്പറ്റി അറിഞ്ഞില്ലായിരുന്നു. എല്ലാ രാത്രികളിലും അമ്മയും കൂട്ടുകാരും പള്ളിയിലിരുന്ന് സങ്കീർത്തനങ്ങളും ഗീതങ്ങളും പാടുമായിരുന്നു. വിശ്വാസ വിഷയങ്ങളിൽ 2 കാര്യങ്ങളിലേ എനിക്ക് മോനിക്കയെ തിരുത്തേണ്ടി വന്നിട്ടുള്ളൂ. റോമിലെ വിശ്വാസികൾക്കിടയിലുള്ള ശനിയാഴ്ച ഉപവാസാചരണം മിലാനിൽ വേണ്ട എന്ന് ഞാൻ അവളെ ഉപദേശിച്ചു. ഓരോ പ്രാദേശിക സംസ്കാരങ്ങളെ അനുസരിച്ചാവണം നമ്മുടെ വിശ്വാസ ജീവിത രീതി. വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മണ്ഡപങ്ങളിലേക്ക് റൊട്ടിയും വീഞ്ഞും വെള്ളവും സൂപ്പും കൊണ്ടുചെല്ലുന്നത് വേണ്ട എന്ന് അമ്മയെ ഉപദേശിച്ചത് ഞാൻ അറിഞ്ഞിരുന്നു. വിശ്വാസികളെ കൂടുതൽ ഭക്ഷണപ്രിയരാക്കാതിരിക്കാനായിരുന്നു അത്. പക്ഷേ പ്രാർത്ഥനാശേഷം അവളും കൂട്ടുകാരും അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ കാരുണ്യം എന്നെ പോലും അതിശയിപ്പിച്ചു. ഖലീദ, എന്താ എന്താ അവിടെ? അയ്യോ അമ്മേ! അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? മോളെ, ഒന്നുമില്ല. ഒന്ന് വിശ്രമിച്ചാ മതി. ഒരു തലകറക്കം, നെഞ്ചിലുള്ളിലൊക്കെ ഒരു തണുപ്പ് വന്നപ്പോൾ, അത്രയേ ഉള്ളൂ. ഇന്നലെ മുതൽ യാത്രയ്ക്ക് ഒരുങ്ങുന്നതല്ലേ, പെട്ടെന്ന് ക്ഷീണം വന്നതായിരിക്കും. ഖലീദ, നമുക്ക് യാത്ര നീട്ടിവെച്ചാലോ? എങ്ങോട്ടും പോകണ്ട, അമ്മയ്ക്ക് സുഖമായിട്ട് മതി. പോകാൻ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. അതിയാദോസിന്റെ പഠന കാര്യങ്ങൾ നോക്കി അന്വേഷിക്കാൻ ഖലീദയ്ക്ക് മാത്രം സാധിക്കില്ല. അതുമാത്രമല്ല, അഗാസ്തിയിലേക്ക് പോയാലും അഗസ്തിനോസിന്റെ വിശ്വാസ ജീവിതം എന്റെ സാമീപ്യത്തിൽ സുരക്ഷിതമായിരിക്കുമെന്ന് മോനിക്കറിയാം. അഗസ്തിനോസിനെ ഓർത്ത് എനിക്ക് ഇനി യാതൊരു വേവലാതിയുമില്ല. എന്റെ ജീവിത ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കി. ഇനി മരിച്ചാലും ഞാൻ സന്തോഷവതിയാണ്. അങ്ങനെയൊന്നും പറയാതെ മോനിക്കയ്ക്ക് ഇനി ധാരാളം നന്മ പ്രവർത്തികൾ ഈ ലോകത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. ഇല്ല പിതാവ്,
ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ മനസ്സ് പറയുന്നു നിങ്ങളോടൊക്കെ യാത്രമായ സമയമായി എന്ന്. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ വിഷമിപ്പിക്കാതെ. എന്റെ ശരീരം ഇവിടെ നിന്ന് പോയാലും മധുരമുള്ളൊരു ഓർമ്മയായി മോളുടെ മനസ്സിൽ അമ്മ എന്നും ഉണ്ടാകും. അമ്മേ, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മോനെ, നീ എന്റെ ഉദരത്തിൽ ജന്മമെടുത്ത നിറഞ്ഞ നിമിഷം മുതൽ ഞാനൊരു കാര്യമേ ദൈവത്തോട് ആവശ്യപ്പെട്ടോളൂ. നിന്നെ ഒരു നല്ല ക്രിസ്ത്യാനായി മാറ്റണമെന്ന്. ഈ കഴിഞ്ഞ 28 വർഷവും നിന്റെ പിന്നാലെ ഞാൻ അലഞ്ഞു നടന്നത്, ഹൃദയം ഉറങ്ങി കരഞ്ഞ് പ്രാർത്ഥിച്ചത്, അനേക ദിവസങ്ങളിൽ ഉപവാസമെടുത്ത് തലച്ച് നിലവിളിച്ച് യാചിച്ചത് അതൊന്നു മാത്രമായിരുന്നു. വീട്ടിലുള്ള ബാക്കി എല്ലാവരും വിശ്വാസം സ്വീകരിച്ചിട്ടും നീ തന്നെ മാറി നടന്നത് എന്നെ വളരെയേറെ ദുഃഖിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ്. മോനിക്ക, ദൈവവചനമുണ്ട്. വയലിലെ ലില്ലികളെ നോക്കുക, അവ പെട്ടെന്ന് മുളയ്ക്കുന്നു, വളരുന്നു. ചൂട് കാറ്റടിക്കുമ്പോൾ അത് നിമിഷ നേരത്തിനുള്ളിൽ വാടിപ്പോകുന്നു. നീ ഇക്കഴിഞ്ഞ 28 വർഷത്തിനുള്ളിൽ നട്ടുവളർത്തിയത് ഒരു ദുർബലമായ പുൽക്കൊടിയല്ല, കാരിരുമ്പിന്റെ ശക്തിയുള്ള ഒരു വടവൃക്ഷമാണ്. എനിക്കുറപ്പുണ്ട്, ലോകത്തിലുള്ള സർവരും സജീവ ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും അഗസ്തിനോസ് വിട്ടുപോകില്ല. നിന്റെ കണ്ണീരിന്റെ ശക്തിയിൽ അഗസ്തിനോസ് ദൈവത്തെയല്ല സ്വീകരിച്ചത്, മറിച്ച് ദൈവം അഗസ്തിനോസിനെയാണ് കീഴടക്കിയത്. ദൈവം തന്റെ ഭവനം പണിയുന്നത് മണലിലല്ല, പാറമേലാണ്. വിശ്വാസം പടുത്തുയർത്തിയത് വെള്ളത്തിലല്ല, രക്തസാക്ഷികളുടെ ചുടുചോരയിലാണ്. എനിക്കത് മതി. കലിത അദ്ദേഹത്തോട് പറയണം, ഞാൻ അവനെ ഒത്തിരി സ്നേഹിച്ചിരുന്നെന്ന്. മകനെ, മോളെ, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അംബ്രോസ് പിതാവേ, അങ്ങായിരുന്നു എന്റെ വിശ്വാസത്തെ വളർത്തിയതും ബലപ്പെടുത്തിയതും. എന്റെ മനസ്സ് പറയുന്നു മരിക്കാൻ എനിക്ക് സമയമായി എന്ന്. എന്നെ അനുഗ്രഹിച്ചാലും. അമ്മേ, ഇല്ല. ഖലീദ, അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മേ, മക്കളെ, ഞാൻ മരിച്ചാൽ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകരുത്. എനിക്ക് ഈ മണ്ണിൽ വിശ്വസിക്കണം. എന്റെ മകനെ ഞാൻ ദൈവത്തിനായി നേടിയെടുത്ത, അവിടത്തേക്ക് സമർപ്പിച്ച ഈ മണ്ണിൽ ഇനിയും എന്റെ മകനെ അടുത്ത് എത്രത്തോളം ആകാമോ അത്രയും. അപ്പോൾ അപ്പച്ചന്റെ കല്ലറയ്ക്കടുത്ത് ദൈവത്തിൽ നിന്ന് ആരും അകലെയല്ല. ഇല്ല, അമ്മ എന്നെ വിട്ടു പോവല്ലേ. ഒരമ്മയുടെ സ്നേഹം ഞാൻ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പൊന്നു മോളെ, അമ്മയ്ക്ക് പോകാൻ സമയമായി. തകാസ്തയിൽ നീ വേണം. അതേ ദത്തോസിന് കൂട്ടായി അഗസ്തനോസില്ലാത്തതിന് വിഷമം അവനുണ്ടാകരുത്. മക്കളെ, മോനിക്കയ്ക്ക് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു ചെല്ലാൻ സമയമായെന്ന് ദൈവം എന്റെ ഹൃദയത്തിൽ പറയുന്നു. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സജീവനായ ദൈവമേ, ഇതാ നിന്റെ മകൾ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. സ്വീകരിച്ച് നിന്റെ വലതുഭാഗത്ത് നിന്നും നിർത്തണമേ. മകളെ മോനിക്ക,
ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചു, അളവുകളില്ലാതെ, അതിരുകളില്ലാതെ. എന്റെ മക്കളെ ഞാൻ സ്നേഹിച്ചു, ലാളിച്ചു വളർത്തി. അവരെയൊക്കെ ഞാനിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിലും പകലിന്റെ തൂവെളിച്ചത്തിലും അവരെയെല്ലാം ദൈവം ഉയർത്തി. ഞാൻ ആഗ്രഹിച്ചതിലും ഉയരത്തിൽ. എന്റെ പെട്രീഷ്യസ് അതാ വരുന്നു. 7 വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ പൂക്കളാൽ അലങ്കൃതമായ വീതിയിലൂടെ അകലെ അകലെ ഞാനൊരു പ്രകാശം കാണുന്നു. പിതാവേ, നോക്കൂ, ചുറ്റും പ്രഭ തൂങ്ങിക്കൊണ്ടൊരു കുരിശുയർന്നു വരുന്നു. അതിന്റെ ചുറ്റും മിന്നി മറയുന്ന 12 നക്ഷത്രങ്ങൾ. സ്വർഗീയ സംഗീതം, അവാച്യമായ അനുഭൂതി. ഇതാ ഇതാ ഭൂമി ഒരു ഗോളമായി എന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇതാ കൊച്ചു ഭൂമിക്ക് മുകളിൽ മോഹനമായ ആ കുരിശുമുണ്ട്. കുരിശിൽ നിന്നും 1000 വർണ്ണങ്ങൾ ചുറ്റും ചിതറി പതഞ്ഞൊഴുകുന്നു. ഏതോ വലിയ പ്രകാശം എന്നെ വലയം ചെയ്യുന്നു. ഏതോ വലിയ പ്രകാശം എന്നെ വലയം ചെയ്യുന്നു. അമ്മേ, 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 അമ്മേ. ഇതാ ദൈവത്തിന്റെ പ്രിയപുത്രി, മോഹനമായി ജ്വലിച്ചുയർന്ന സകലതിനെയും വിശുദ്ധീകരിച്ച ദീപനാളം. മകളെ, നിന്റെ കണ്ണീരിന്റെ നനവിൽ ഇവൻ ഇനിയും വളരും. നിന്റെ ഹൃദയത്തിന്റെ താളത്തിൽ ഈ മകൻ തളിർക്കും. നീ പാകിയ കടുകുമണി, രക്തവും കണ്ണീരുമൊഴിച്ച് നീ വളർത്തിയ ഈ മരം വളർന്നു പന്തലിക്കും. അനേകായിരങ്ങൾ അറിവ് തേടി ഈ തണലിലെത്തും. പത്രോസാകുന്ന പാറമേൽ ദൈവമുയർത്തിയ സഭ ഈ തണലിൽ പ്രഭയോടെ വിരാജിക്കും. 1000 സൂര്യന്റെ പ്രകാശത്തോടെ. ഇതാ എന്റെ അമ്മ. അമ്മേ, അമ്മയ്ക്കു വേണ്ടി ഒരു തുള്ളി കണ്ണീർ ഇപ്പോഴെങ്കിലും ഞാൻ ഒഴുക്കട്ടെ. അമ്മയൊഴുക്കിയ കണ്ണീരിന്റെ സുഗന്ധമേ എന്നിലുള്ളൂ. കണ്ണീർ വീണ് കുതിർന്ന അമ്മയുടെ കവിളിലെ മാർദ്ദവമേ എന്റെ കരളിലുള്ളൂ. അമ്മ ഉപവസിച്ച് നേടിയ ശക്തിയെ എന്റെ ശരീരത്തിലുള്ളൂ. അമ്മയുടെ ആത്മാവിന്റെ സൗന്ദര്യമേ നിത്യനൂതന സൗന്ദര്യമായ ദൈവത്തിലേക്ക് എന്നെ നയിക്കുന്നുള്ളൂ. ഇതാണ് എന്റെ കുമ്പസാരം, ഈ ലോകത്തോടുള്ള കുമ്പസാരം. ഇതൊരു പുണ്യ സങ്കീർത്തനമാണ്. ഈ അമ്മയുടെ കണ്ണീരിൽ നിന്നുതിർന്ന കൃപകളുടെ പ്രവാഹത്തിന്റെ കഥ. വേദനകളുടെ നീർച്ചുഴികളിൽ ഒരിക്കലും മായാത്ത പ്രതീക്ഷയോടെ എന്റെ അമ്മയുതിർത്ത ഏങ്ങലുകൾ എന്റെ ഹൃദയത്തിന്റെ തന്ത്രികളിൽ മീട്ടിയൊരുക്കിയ ഒരു നൂതന സംഗീതം. ഹൃദയത്തിൽ ഉയർന്ന വിലാപങ്ങളുടെ സംഗീതം. എന്നെ വളർത്തി വിശുദ്ധീകരിച്ചുയർത്തിയ പുണ്യ സംഗീതം. ഒരമ്മയുടെ കണ്ണീരിന്റെ സംഗീതം. കണ്ണീരിന്റെ സംഗീതം. കണ്ണീരിന്റെ സംഗീതം.